ജോഗ്രഫി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാച്ചുറൽ വെജിറ്റേഷൻസിനെ കുറിച്ചാണ്. നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് വെച്ചാൽ സ്വാഭാവിക സസ്യങ്ങൾ എന്നാണ്. സ്വാഭാവിക സസ്യങ്ങൾ എന്നാണ് നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോ എന്താണ് ഇതിനെക്കുറിച്ച് അറിയേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ നമ്മുടെ ഭൂമിയിലേക്ക് നോക്കുന്നു, നമ്മുടെ വീടിന്റെ പരിസരം നോക്കുന്നു. അപ്പൊ നമുക്ക് കുറെ ചെടികൾ കാണാം, വൃക്ഷങ്ങൾ കാണാം, അല്ലെ, കുറ്റിച്ചെടികൾ കാണാം. പിന്നെയോ നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ ഫോറസ്റ്റിലൊക്കെ പോകുന്നു, അപ്പൊ വലിയ വനങ്ങളൊക്കെ കണ്ടു. ഇനി നമ്മൾ ഗ്രാസ് ലാൻഡിലൊക്കെ പോകുന്നു, അല്ലെ. നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഭയങ്കരമായ വൈവിധ്യമാണ്. പലതരത്തിലുള്ള ചെടികള്, സസ്യജാലങ്ങള്, ജന്തുക്കള്, ഇതൊക്കെ നമുക്ക് ഭൂമിയിൽ കാണാൻ പറ്റും. അപ്പൊ ഭൂമിയിൽ തന്നെ സ്വാഭാവികമായി ഉണ്ടായ ഒരുപാട് സവിശേഷതകൾ, ചെടികളുടെ പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഈ ചെടികൾ, ചില ചെടികൾ ഭയങ്കര നീളമാണ്, ചില ചെടികൾ കുറ്റിച്ചെടികളാണ്, ചിലത് മുൾച്ചെടികളാണ്, അല്ലെ. അപ്പൊ ചെടികൾക്ക് പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ് ചെടികൾക്ക് ഇങ്ങനെ പല വേരിയേഷൻസ്? ചിലത് കള്ളിമുൾ ചെടിയാണ്, നമ്മൾ മരുഭൂമിയിലൊക്കെ പോകുമ്പോൾ കള്ളിമുൾ ചെടിയാണ് കാണുന്നത്. എന്നാൽ ഹിമാലയ പ്രദേശങ്ങളിൽ, തണുപ്പുള്ള പ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ പൈൻ മരങ്ങളും ഭയങ്കര നീളമുള്ള മരങ്ങളൊക്കെ കാണാൻ പറ്റും. ഇനി നമ്മൾ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് വൃക്ഷങ്ങൾ കാണാം, കുറ്റിച്ചെടികൾ കാണാം. താഴ്വാരങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് ഗ്രാസുകൾ കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വെജിറ്റേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിന് കാരണം ടെമ്പറേച്ചറും അതുപോലെ തന്നെ മോയിസ്ചറുമാണ്. എന്തൊക്കെയാണ് ഇതിന് കാരണം? ടെമ്പറേച്ചർ ആൻഡ് മോയിസ്ചർ. ടെമ്പറേച്ചർ ആൻഡ് മോയിസ്ചർ ആണ് ഇതിന് പ്രധാനമായ കാരണം. അപ്പോ എന്താണ് കാരണം എന്ന് എല്ലാവർക്കും പിടികിട്ടിയോ? ടെമ്പറേച്ചറും മോയിസ്ചറുമാണ്. ക്ലിയർ ആണ്? ഇനി ഇത് വേറെയും ചില ഫാക്ടേഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതായത് ചരിവ്, ഭൂമിയിലെ ചരിവ്, അതുപോലെ എന്തുമാത്രം സോയിൽ അവിടെ കട്ടിയായിട്ടുണ്ട്, മണ്ണ് എന്തുമാത്രം ഉണ്ട്, ഇതിനൊക്കെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ സ്ഥലത്തും നോക്കുമ്പോൾ ഈ മണ്ണിന്റെ കട്ടി വ്യത്യസ്തമാണ്. ചില പ്രദേശങ്ങളിൽ നല്ല കട്ടിയുള്ള വളക്കൂറുള്ള മണ്ണായിരിക്കും, ചിലടത്ത് വേറെ തരത്തിലുള്ള മണ്ണായിരിക്കും, ചിലടത്ത് ചെങ്കല്ലായിരിക്കും, ചുവന്ന മണ്ണായിരിക്കും, ചിലടത്ത് നല്ല എക്കൽ മണ്ണായിരിക്കും, നല്ല കട്ടിയുള്ള ഇച്ചിരി പശപശപ്പുള്ള മണ്ണായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള മണ്ണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നാച്ചുറൽ വെജിറ്റേഷനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്നാണ് ഫോറസ്റ്റ്, രണ്ടാമത്തത് ഗ്രാസ് ലാൻഡ്, മൂന്നാമത്തത് ഷ്രബ്. ഫോറസ്റ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയത്തില്ലേ? ഇടതൂർന്ന വനങ്ങൾ കാണപ്പെടും, ഒരുപാട് ജീവജാലങ്ങൾ കാണപ്പെടും, അല്ലെ. പലതരത്തിലുള്ള ഫോറസ്റ്റുകൾ നമുക്കുണ്ട്. ഇഷ്ടംപോലെ മരങ്ങൾ ഇങ്ങനെ തിക്കി നിൽക്കുന്ന സ്ഥലമാണ് നമ്മൾ ഫോറസ്റ്റ് ആയി പറയുന്നത്. അപ്പോ ഗ്രാസ് ലാൻഡ് എന്ന് വെച്ചാലോ, അവിടെയും ഏകദേശം മഴയൊക്കെ കിട്ടും, കുറെ ചെടികൾ, പുല്ല് വർഗത്തിൽപ്പെട്ട ചെടികളുള്ള സ്ഥലമാണ്. ഷ്രബ് എന്ന് വെച്ചാൽ എന്താണ്? തോണി ഷ്രബ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്ക്രബ്സ് ഗ്രോ ഇൻ ദി ഡ്രൈ റീജിയൻ. കൂടുതലും ഷ്രബുകൾ എന്നൊക്കെ പറയുമ്പോൾ മുൾച്ചെടികൾ, കള്ളിമുൾ ചെടികളൊക്കെയാണ് കൂടുതലും ഷ്രബായി കാണുന്നത്. ഒരുപാട് ചെറിയ കുറ്റിച്ചെടികളുണ്ട്, നമ്മുടെ സ്ഥലങ്ങളിലുള്ള കുറ്റിച്ചെടികളും ഷ്രബ് തന്നെയാണ്. ഇവിടെ തോണി ഷ്രബിനെ കുറിച്ചാണ് പറയുന്നത്. മരുഭൂമിയിലൊക്കെ കാണുന്ന ചെടികളെ കുറിച്ചാണ് കൂടുതലായി പരാമർശിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും പിടികിട്ടിയോ? പിടികിട്ടിയവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്തേ, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ പലതരത്തിലുള്ള സ്വാഭാവിക വെജിറ്റേഷൻ, നാച്ചുറൽ വെജിറ്റേഷൻ നമുക്ക് ചുറ്റും നോക്കാമെങ്കിൽ പലതരത്തിലുള്ള ചെടികൾ കാണാം, വൈവിധ്യമുള്ള ചെടികൾ കാണാം, നീളമുള്ള ചെടികൾ, അതോ പിന്നെയോ ഗ്രാസ് ലാൻഡ്, പുല്ലുവർഗത്തിൽപ്പെട്ടവ, ഷ്രബുകൾ, കള്ളിമുൾ ചെടികൾ, ഇതൊക്കെ എവിടെയൊക്കെ കാണുന്നു എന്ന് പറഞ്ഞ മൂന്നായി തിരിച്ചു: ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ് ആൻഡ് ഷ്രബ്. എന്തുകൊണ്ട് തിരിച്ചു? ചരിവുള്ളത് കൊണ്ട്, കട്ടിയുള്ള മണ്ണ് കൊണ്ട്, പിന്നെയോ പലതരം കാരണമാണ്, മോയിസ്ചർ കാരണമാകാം, ഇതൊക്കെ കൊണ്ടാണ്. ക്ലിയർ ആണ്? ഇത്രയും പിടികിട്ടിയോ? ഇത്രയും പിടികിട്ടിയോ? ഓക്കെയാണ്, എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ നമ്മൾ പലതരത്തിലുള്ള ഫോറസ്റ്റുകളെ ഒന്ന് കാണാൻ പോവുകയാണ്. ഒരുപാട് തരത്തിലുള്ള ഫോറസ്റ്റുകളുണ്ട്. അപ്പൊ ആ ഫോറസ്റ്റുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. പലതരത്തിലുള്ള ഫോറസ്റ്റുകളുണ്ട് എങ്കിൽ ഏതൊക്കെ ഫോറസ്റ്റുകൾ ഇവിടെ ഉണ്ട്? ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് മരങ്ങൾ ഇങ്ങനെ തിക്കി കൂടിയ ഫോറസ്റ്റ് ഉണ്ട്.
ഇനിയോ ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് ഉണ്ട്. അതായത് ഇങ്ങനെ കാണുന്ന ഫോറസ്റ്റ് നമ്മുടെ നിത്യഹരിതവനം എന്ന് പറയുന്നതാണ്. സൈലന്റ് വാലി കുരങ്ങുകളെയൊക്കെ കാണാൻ പറ്റും. ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ്, ക്ലിയർ ആണ്, അതിങ്ങനെ ഇരിക്കും. അടുത്തത് ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ്. പിന്നെ നമ്മൾ മെഡിറ്ററേനിയൻ വെജിറ്റേഷനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. പിന്നെ കോൺഫിറസ് ഫോറസ്റ്റ്. അങ്ങനെ പലതരത്തിലുള്ള ഫോറസ്റ്റുകളാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഏതൊക്കെ ഫോറസ്റ്റുകൾ ഉണ്ട് എന്ന് പറയാൻ പോവുകയാണ്. ഏതൊക്കെ ഫോറസ്റ്റുകളാണ് നമുക്ക് ചുറ്റും കാണപ്പെടുന്നത് എന്ന് നോക്കാൻ പോവുകയാണ്. ക്ലിയർ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫോറസ്റ്റുകളാണ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. ഓക്കെ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ കാണാൻ പോകുന്ന ഫോറസ്റ്റ് ഏതാണ്? ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. ക്ലിയർ. നിത്യഹരിതവനം ഇങ്ങനെയൊക്കെയാണ്. മലയാളവും കൂടെ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഓരോരോ ഫോറസ്റ്റുകളായിട്ട് നോക്കാം. ക്ലിയർ ആണ്. ഓക്കെ. അപ്പോൾ അതിനകത്ത് സെറ്റ് അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. ഫുൾ ടൈം മഴയൊക്കെ ഉള്ള നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള ഫോറസ്റ്റിലേക്കാണ് പോകുന്നത്. ഇതിനെ തന്നെ മഴ വനങ്ങൾ എന്നും പറയുന്നുണ്ട്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്നോ അല്ലെങ്കിൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്നോ വിളിക്കാം. എപ്പോഴും മഴയാണ് ഇവിടെ. അപ്പോൾ ഇത് നല്ല ഇഷ്ടംപോലെ മഴയുണ്ടെങ്കിൽ ചെടികൾ ഒത്തിരി വളരത്തില്ലേ? അപ്പോൾ ഒരുപാട് വൃക്ഷങ്ങൾ ഇങ്ങനെ ഇടതൂർന്ന് നിറച്ചെന്ന് എപ്പോൾ നോക്കിയാലും ഫുള്ള് വൃക്ഷങ്ങൾ, അങ്ങനത്തെ ഒരു ഫോറസ്റ്റ് ആണിത്. ഇത് കൂടുതലും നമ്മുടെ ഇക്വേറ്ററിന്റെ അടുത്തൊക്കെയാണ് കാണപ്പെടുന്നത്. അതായത് നമ്മുടെ ഭൂമിയെ ഏറ്റവും 0 ഡിഗ്രി അക്ഷാംശമാണ് ഇക്വേറ്റർ. അതിനു മുമ്പ് നമുക്ക് 23.5 ഡിഗ്രി ഉത്തരായന രേഖയും 23 ഡിഗ്രി ദക്ഷിണായന രേഖയും ഉണ്ട്. ഈ അടുത്ത ഭാഗങ്ങളിലായിരിക്കും ഈ ഫോറസ്റ്റ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ചൂടായിരിക്കും. ഇക്വേറ്ററിന്റെ അടുത്താണെങ്കിൽ, ഭൂമിയുടെ ഭൂമധ്യരേഖയ്ക്ക് അടുത്താണെങ്കിൽ നല്ല ചൂടാണ്, വെരി ഹോട്ടാണ്. അതുപോലെ ഇഷ്ടം പോലെ മഴയുണ്ട്. എല്ലാ വർഷവും ഇവിടെ ഭയങ്കര മഴയാണ്. ഇവിടെ ഒരു ഡ്രൈ സീസണേ ഇല്ല, എപ്പോഴും മഴയാ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെടികളൊന്നും ഉണങ്ങിയോ ഇല പൊഴിയുകയോ ഒന്നും ചെയ്യുന്നില്ല. ഫുൾ ടൈം നിറച്ച് ഇലകളുമായിട്ട് വൃക്ഷങ്ങൾ നിൽക്കുകയാണ്. ക്ലിയർ ആണ്. അതുകൊണ്ടാണ് ഇതിനെ നിത്യം ഹരിതം എന്ന് പറയുന്നത്. എവർഗ്രീൻ എന്ന് വെച്ചാൽ എന്താണ്? ഫുൾ ടൈം ഹരിതം, നിത്യം. നമ്മളെ മമ്മൂട്ടി എന്ന് പറയുന്നത് എവർഗ്രീൻ സൂപ്പർ സ്റ്റാർ, എവർഗ്രീൻ യങ് ആണ്. എപ്പോഴും നോക്കുമ്പോൾ ചെറുപ്പക്കാരനായിട്ടിരിക്കുന്നു അല്ലെ? അതുപോലെ ദിസ് ഈസ് എവറി ടൈം ഗ്രീനിഷ് ആണ്, എവർഗ്രീൻ ആണ് ഇത്. ഇത് എപ്പോഴും മഴയാണ് ഇവിടെ ഡ്രൈ സീസൺ ഒന്നും ഇല്ല. ഇവിടെ ചൂട് കൂടുതലാണ്, പക്ഷെ ഡ്രൈ സീസൺ ഒന്നും ഇല്ല. അങ്ങനെ ഇലയൊന്നും പൊഴിക്കേണ്ടി വരുന്നില്ല. അപ്പൊ എപ്പോഴും ഇവിടെ ഇലകളുണ്ട്. തിക്ക് കനോപ്പീസ് ആണ്, ഇഷ്ടം പോലെ ചെടികളാണ്. അതുപോലെ ട്രീസ് ഒക്കെയോ അടുപ്പിച്ച് മരങ്ങളാണ്. അപ്പൊ സൺലൈറ്റിന് ഇങ്ങോട്ട് വരാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്ക് ഇങ്ങനെ പന്തല് പോലെ മരങ്ങൾ ഇങ്ങനെ വിടർന്ന് നിൽക്കുകയാണ്. അപ്പോ ഈ ഒരു ഡേ ടൈമിൽ പോലും ഇവിടെ കൊറ്റാക്കൂരി ഇരുട്ടായിരിക്കും. ഇപ്പൊ ആമസോൺ കാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫുൾ ഇരുട്ടായിരിക്കും. കാര്യം എന്താണ്? ഫുൾ ഇങ്ങനെ ഇടതൂർന്ന ചെടികൾ, ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. വൃക്ഷങ്ങളിൽ ഇങ്ങനെ പന്തല് പോലെ അതിന്റെ ശാഖകളും അതിന്റെ ഇതെല്ലാം ഇങ്ങനെ ബ്രാഞ്ചസ് എല്ലാം ഇങ്ങനെ നിന്ന് മേളിൽ നിന്ന് സൺലൈറ്റ് ഇങ്ങോട്ട് വരാനുള്ള ഒരു സ്പേസ് പോലും ഇല്ല. അത്രയ്ക്ക് ഇലകൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഡേ ടൈമിൽ പോലും കൂരിരുട്ട്. ഹാർഡ്വുഡ് ട്രീസ് ലൈക്ക് റോസ്വുഡ് ഉണ്ട്, ഭയങ്കര വലിയ വൃക്ഷങ്ങളുള്ള റോസ്വുഡ്, എബോണി, മഹാഗണി, ഇതൊക്കെ അവിടെ കോമൺ ആയി കാണാൻ പറ്റും. അപ്പൊ എന്തൊക്കെയാണ് ഈ ഫോറസ്റ്റിനെ കുറിച്ച് പഠിച്ചത്? ട്രോപ്പിക്കൽ എവർഗ്രീൻ എന്ന് വെച്ചാൽ നിത്യഹരിത വനം അല്ലെങ്കിൽ മഴക്കാടുകൾ എന്നൊക്കെ പറയാം. എപ്പോഴും മഴയാണ്, വർഷം എപ്പോഴും മഴയാണ്. ഡ്രൈ സീസണേ ഇല്ല ഇവിടെ. അതുകൊണ്ട് ഇലയൊന്നും പൊഴിക്കുന്നില്ല. ഫുൾ ടൈം നല്ല ഗ്രീനിഷ് ഇലയാണ്, അടുപ്പിച്ച് വൃക്ഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ മേളിൽ നിന്ന് സണ്ണിന് ഇങ്ങോട്ട് വരാനുള്ള ഒരു സ്പേസ് പോലും ഇല്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരുട്ട് തോന്നുന്നു. തിക്ക് ഫോറസ്റ്റ് ആണ്. ഇപ്പൊ വലിയ വൃക്ഷങ്ങൾ ഇവിടെയുണ്ട്, ഭയങ്കര തടിയുള്ള വൃക്ഷങ്ങൾ, റോസ്വുഡ്, എബണി, മഹാഗണി ഒക്കെ ഉണ്ട്. ഇതുണ്ടോ, ഒരു ഡെൻസ് ഫോറസ്റ്റ് ആണ്. ഒരു തുള്ളി സ്ഥലമില്ലാണ്ട് ചെടികൾ ഇങ്ങനെ വളർന്ന് നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, നിത്യഹരിത വനങ്ങൾ എന്ന് പറയുന്നത്. ഇത്ര എല്ലാവർക്കും പിടികിട്ടിയോ? ക്ലിയർ ആണോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ ക്ലിയർ ആണോ എന്ന്. ഓക്കെ.
അപ്പൊ നമ്മൾ ഇപ്പോൾ കണ്ടത് ഉഷ്ണമേഖലയിലുള്ള നിത്യഹരിത വനങ്ങളെ കുറിച്ചാണ്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റിലേക്ക് പോകാം. ഇത് മൺസൂൺ ഫോറസ്റ്റ് എന്ന് ഇതിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു ഫോറസ്റ്റ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഫോറസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ എഴുതിക്കോണം, ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ്. ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്ന ഫോറസ്റ്റ് ആണ് ഡെസിഡിയസ് ഫോറസ്റ്റ്. അതായത് ഇതാണ് മൺസൂൺ ഫോറസ്റ്റുകൾ ആണ് ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്നത്. അപ്പൊ ഇതെന്ന് വെച്ചാല് സീസണൽ ചേഞ്ചസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് കുറച്ച് സമയം നല്ല മഴയാണ്, കുറച്ച് സമയം ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ നമുക്ക് മഴയാണ് അല്ലെ. ഡിസംബർ ജനുവരി ഫെബ്രുവരി നമുക്ക് തണുപ്പാണ്. മാർച്ച് ഏപ്രിൽ മെയ് നമുക്ക് ചൂടാണ്. അപ്പൊ ആ ഒരു സീസൺ വേരിയേഷൻ ഇവിടെ കാണാൻ പറ്റും. അന്നേരം നല്ല ഡ്രൈ സീസൺ മാർച്ച് ഏപ്രിൽ മെയ് ആ ഒരു സമയം നല്ല ചൂടല്ലേ. ആ സമയത്ത് ചെടികളൊക്കെ ഇല പൊഴിക്കും. നമ്മുടെ തേക്കിന്റെ ഇലയൊക്കെ പൊഴിയുന്ന കണ്ടിട്ടില്ലേ? ഇവിടെ മഹാഗണിയുടെ ഇല പൊഴിയുന്ന നമ്മൾ കാണാറുണ്ട്. അപ്പൊ ചില ചെടികളൊക്കെ ഇല പൊഴിക്കും, എന്നിട്ട് വെറും വൃക്ഷം മാത്രമായിട്ട് ഇലയില്ലാണ്ട് ഇങ്ങനെ നിൽക്കും. അതെന്ന് വെച്ചാൽ ഈ ഡ്രൈ സീസണിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ്, അവർക്ക് വെള്ളം കൺസേർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഹാർഡ്വുഡ് ട്രീസ് ഉണ്ട്, സാല്, തേക്ക്, അതുപോലെ നീം അതായത് വേപ്പ് മരം, ശിശം എന്ന മരം, ഇതൊക്കെ ഇവിടെ കാണപ്പെടും. ഇത് നമുക്ക് ഫർണിച്ചർ ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ നല്ല തടി അല്ലെ. നമ്മുടെ വീട്ടിൽ കട്ടിലുണ്ടാക്കാനും നമ്മുടെ സോഫയിലും ഒക്കെ അലമാരകൾ ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കത്തില്ലേ തേക്കിൻ തടിയൊക്കെ. അങ്ങനത്തെ നല്ല അടിപൊളി മരങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് വൈവിധ്യമുള്ള ജീവജാലങ്ങളുണ്ട്. ആന, സിംഹം, പിന്നെയോ ടൈഗർ, ലാംഗേഴ്സ്, മങ്കീസ്, ഇങ്ങനെ ഒത്തിരി മൃഗങ്ങൾ. നമുക്ക് പരിചിതമുള്ള എല്ലാ മൃഗങ്ങളെയും അങ്ങോട്ട് പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൃഗം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൃഗം ഏതാണ്? ഇത്രയും പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്? 2 ഫോറസ്റ്റ് എല്ലാവരും അങ്ങ് പഠിച്ചോ? ഓക്കെ ഓക്കെ. ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഏത് ഫോറസ്റ്റ് ആണ്? ആമസോൺ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന ഫോറസ്റ്റ് ഏതാണ്? ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ്. മൺസൂൺ മഴക്കാടുകൾ, മൺസൂൺ കാടുകളാണ്. മഴയൊക്കെ ഉണ്ട്, പക്ഷെ സീസണൽ വേരിയേഷൻ ആണ്. ചൂടുള്ളപ്പം ഇല പൊഴിക്കും, എന്നിട്ട് വെള്ളത്തെ കൺസേർവ് ചെയ്യും. ക്ലിയർ ആണ്? ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ തേക്കുണ്ട്, വേപ്പുണ്ട്, സാൽമരമുണ്ട്, ശിശം മരമുണ്ട്. അപ്പോ ഒരുപാട് ജീവജാലങ്ങളും ഉണ്ട്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ഓസ്ട്രേലിയയിലും സെൻട്രൽ അമേരിക്കയിലും ഒക്കെ കൂടുതലായി കാണപ്പെടുന്ന ഒരു ഫോറസ്റ്റ് ആണ്. ഇതാണ് നമ്മുടെ ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ്. കണ്ടോ, ഇവിടെ ആണെങ്കിൽ വെളിച്ചമൊക്കെ വീശും. മറ്റേതുപോലെ ഡെൻസ് അല്ല. ഇവിടെ രാവിലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും, സൂര്യന്റെ പ്രകാശമൊക്കെ കാണാൻ പറ്റും. ഇവിടെ ടൈഗർ ഉണ്ട് അല്ലെ, ലാംഗോർ ഉണ്ട്. ലാംഗോർ അറിയാത്തവർ നോക്കിക്കോളൂ. കണ്ടോ? ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് എന്നാണ്. ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ്. അപ്പൊ ഇത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് ഇതിന്റെ മലയാളം? ടെമ്പറേറ്റ് എന്ന് വെച്ചാൽ ഉഷ്ണമേഖല, എവർഗ്രീൻ നിത്യഹരിത വനങ്ങൾ. അപ്പൊ സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 600-1100 മീറ്റർ ഉയരത്തിലൊക്കെ കാണപ്പെടുന്ന വനങ്ങളാണ്. എപ്പോഴും ഈർപ്പമൊക്കെ നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ്. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അപ്പൊ ടെമ്പറേറ്റ് എവർഗ്രീൻ ആണ്. അപ്പൊ ഇവിടെ മിഡ് ലാറ്റിറ്റ്യൂഡൽ കോസ്റ്റൽ റീജിയൻ ആണ്. ഇതെന്ന് വെച്ചാൽ കൂടുതലായി കാണപ്പെടുന്നത് കിഴക്കൻ പ്രദേശങ്ങളിലാണ്. അതായത് സൗത്ത് ഈസ്റ്റ് USA അമേരിക്കയിലാണ്, സൗത്ത് ചൈനയില്, സൗത്ത് ഈസ്റ്റ് ബ്രസീലില് ഇവിടെയൊക്കെ കാണപ്പെടുന്നു. ഇവിടെ പ്രധാന മരങ്ങൾ പൈൻ മരം, ഓക്ക് മരം, യൂക്കാലിപ്റ്റസ്, ഈ മരങ്ങളൊക്കെയാണ് കൂടുതലായി കാണപ്പെടുന്നത്. ഓക്ക്, പൈന്, യൂക്കാലിപ്റ്റസ് ഒക്കെയാണ് കൂടുതലായി കാണപ്പെടുന്നത്. ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. ക്ലിയർ ആണ്? അപ്പോൾ ഉഷ്ണമേഖല നിത്യഹരിത വനമാണ്. കേരളത്തിലും ഇത് വളരെ കുറച്ച് ഭാഗം കാണുന്നുണ്ട്. കേരളത്തിലും ഇന്ത്യയിലൊക്കെ വളരെ കുറച്ച് ഭാഗം കാണുന്നുണ്ട്. അപ്പൊ ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ഇതാ ഇങ്ങനെ ഇരിക്കും. ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ്. ഇവിടെ എന്തുണ്ട്? നമ്മുടെ കേരളത്തിലൊക്കെ ആനയൊക്കെ ഇല്ലേ? ഇവിടെ ആനയും മറ്റു ജീവജാലങ്ങളൊക്കെ ഉള്ള നമ്മുടെ കാട്ടിലുള്ള ജീവികളൊക്കെ ഇവിടെ ഉണ്ട്. വലിയ പ്രത്യേകതയൊന്നും പറയാനില്ല. ഇത് സാധാരണ ഒരു കാട് തന്നെയാണ്. അപ്പൊ 3 കാടുകൾ പഠിച്ചോ. ഒന്നാമത്തേത് ട്രോപ്പിക്കൽ എവർഗ്രീൻ ആണ്, രണ്ടാമത്തേത് ട്രോപ്പിക്കൽ ഡെസിഡിയസ് ആണ്, മൂന്നാമത്തേത് ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. ഇവിടെ എപ്പോഴും എന്തുണ്ട്? ഇലകളുണ്ട്, നിത്യഹരിതമായിട്ട് നിൽക്കുകയാണ്. നിത്യഹരിതമാണ്, അതുകൊണ്ട് തന്നെ എപ്പോഴും മഴയുണ്ട് എന്ന് മറ്റൊരർത്ഥം. ഇനി നമുക്ക് ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റിലേക്ക് പോകാം. എന്താണ് ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ന് വെച്ചാൽ?
അതായത് ഇത് അർദ്ധനിത്യഹരിത വനങ്ങളാണ്. ഉഷ്ണമേഖല തന്നെയുള്ള നിത്യഹരിത വനങ്ങളാണ്. അപ്പോൾ ഡെസിഡിയസ് ഫോറസ്റ്റ്, ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഭയങ്കര ഉയർന്ന പ്രദേശങ്ങളിൽ, മലമുകൾ അങ്ങനത്തെ പ്രദേശങ്ങൾ, ഹയർ ലാറ്റിറ്റ്യൂഡ്സിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ഇത് ഹയർ ലാറ്റിറ്റ്യൂഡ്സ് അല്ല, മിഡ് ലാറ്റിറ്റ്യൂഡ്സ് ആണ്. അപ്പൊ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ലോവർ പ്രദേശമുണ്ട്, കോസ്റ്റൽ റീജിയൻസ്, നമ്മുടെ കോസ്റ്റൽ റീജിയൻസ്, തിരമാല, കടൽ തീരം. പിന്നെ മിഡ് എന്ന് പറയുമ്പോൾ മധ്യമേടുകൾ. ഏറ്റവും മുകളിലാണ് മലമ്പ്രദേശമുള്ളത്, മലമ്പ്രദേശം. ഇതാണ് ഹയർ ആൾട്ടിറ്റ്യൂഡ്സിൽ ഉള്ളത്. ഇത് അമേരിക്ക, ചൈന, ന്യൂസിലൻഡ്, ചിലി തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ കാണപ്പെടുന്നു. വെസ്റ്റേൺ യൂറോപ്പിന്റെ ഭാഗങ്ങളിലും ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് കാണപ്പെടുന്നു. ഇതൊരു ഡ്രൈ സീസൺ ആണ്. ഇത് ഭയങ്കര ഡ്രൈ സീസൺ ആണ്. അപ്പൊ ഇവിടെ കൂടുതൽ വളരുന്ന ചെടികൾ ഏതൊക്കെയാണ്? വലിയ വൃക്ഷങ്ങളാണ്. ഓക്ക്, ആഷ്, ബീച്ച്. പിന്നെ ഇവിടെ കാണുന്ന മൃഗങ്ങൾ ഏതൊക്കെ? മാനുണ്ട്, ഫോക്സ് ഉണ്ട്, വോൾസ് ഉണ്ട്. ഇനി ഇവിടെ ബേർഡ്സ് ഏതൊക്കെയുണ്ട്? ഫീസൻസ്, മെനാൽസ്, ഇങ്ങനത്തെയൊക്കെ. ഇത് വേറെ രാജ്യങ്ങളിലേക്ക് പക്ഷികളുടെ പേരുകളാണ് ഈ പറയുന്നത്. ഫീസൻസ് ആൻഡ് മൊണാൽസ് ഇതൊക്കെ ഉണ്ട്. ക്ലിയർ ആണ്? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്തേ. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഫോറസ്റ്റ് ഇൻ ഇന്ത്യ? ഓക്കെ, എന്താണ് ശരിക്കും നാളെയാണോ എന്ന് ടീച്ചറിനോട് ചോദിക്കേടാ. എന്തു പറ്റി? എന്താ ട്രിൻഡേ ഇരിക്കുന്നത് കൊണ്ട് വരയ്ക്കുന്നത് കാണുന്നില്ല? ഞാൻ ഇരിക്കുന്നത് കൊണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് നീങ്ങാം. ചുമ്മാ വരയ്ക്കുന്നേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണ്? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എല്ലാവർക്കും പിടികിട്ടിയോ? ക്ലിയർ ആണ്? ഇനി നമ്മള് ഈ ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് കണ്ടോ? ഇതിനകത്താണ് ഈ ഫീസന്റ് എന്ന് പറയുന്ന ജീവി. ഇതാണ് ഈ പക്ഷി ഫീസന്റ്. നമുക്ക് നോക്കുമ്പോൾ എന്തായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്? കോഴിയുമല്ല കുരുവിയുമല്ലാത്തൊരവസ്ഥയാണ് അല്ലെ? ഇനി മൊണാൽ എന്ന് പറയുന്ന പക്ഷി ഈ കാണുന്നതാണ്. നല്ല ഭംഗിയുള്ളൊരു പക്ഷിയാണ് അല്ലെ? മയിലിനെ പോലെ ഇവിടൊക്കെ ഉണ്ട്. കളറാണെങ്കിൽ പൊന്മാന്റെ കളറും ഉണ്ട്. കണ്ടോ? പക്ഷിയെ കണ്ടോ? എല്ലാരും ഇഷ്ടപ്പെട്ട പക്ഷിയെ? സൗണ്ട് ഇല്ലയോ? സൗണ്ടൊക്കെ ഉണ്ടോ? നിങ്ങൾക്ക് സൗണ്ട് ഒന്നും ഇല്ലയോ? നിങ്ങൾ ചുമ്മാ ഇവിടെ ഇരിക്കുവാണോ? കേൾക്കുന്നൊന്നുമില്ലേ ഞാൻ പഠിപ്പിക്കുന്നേ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ നമ്മള് മൊണാല് കണ്ടു, ഫീസന്റ് കണ്ടു. ഈ കാണുന്നതാണ് നമ്മുടെ ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ്. കാണാൻ നല്ല ഭംഗിയില്ലേ? അങ്ങനെ ഇടതൂർന്ന മരങ്ങളാണോ? അല്ല, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വൃക്ഷങ്ങൾ. ആ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ്. ഹയർ ലാറ്റിറ്റ്യൂഡ്സിലാണിത് കാണപ്പെടുന്നത്. അമേരിക്ക, ചൈന, ന്യൂസിലൻഡ്, ചിലി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ്. ഡ്രൈ സീസൺ ആണ്. നമ്മുടെ മാനും ഫോക്സും വോൾസും ഒക്കെ ഉണ്ട്. ബേർഡ്സ് ഫീസന്റ് ആൻഡ് മൊണാൽസ് ആണ്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. മെഡിറ്ററേനിയൻ വെജിറ്റേഷൻ. ഏതാണ്? മെഡിറ്ററേനിയൻ വെജിറ്റേഷൻസിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, മെഡിറ്ററേനിയൻ വെജിറ്റേഷൻസിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഉഷ്ണമേഖല നിത്യഹരിത വനം, ഉഷ്ണമേഖല അർദ്ധനിത്യഹരിത വനം, ഇലപൊഴിയും വനം, ചോലവനം, പുൽമേട്, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇലപൊഴിയുന്ന മരങ്ങളും അതുപോലെ തന്നെ ചോലവനം, അതായത് ഉയരം കൂടിയ മലനിരകളുടെ ഭാഗത്തേക്ക് കാണപ്പെടുന്നതാണ് കേരളത്തിലെ വനങ്ങൾ. നമ്മളിവിടെ ടോട്ടൽ ലോകത്തിലുള്ള വനങ്ങളെ കുറിച്ചാണ് ക്ലാസിഫൈ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഏതൊക്കെ പ്രധാനപ്പെട്ട വനങ്ങളുണ്ട് എന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായോ? ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ അടുത്ത ചോദ്യം. അടുത്തത് നോക്കിക്കോളൂ. നമുക്ക് പഠിക്കേണ്ടത് മെഡിറ്ററേനിയൻ വെജിറ്റേഷനെ കുറിച്ചാണ്. വെസ്റ്റ് സൗത്ത് വെസ്റ്റ് സ്ഥലങ്ങളിൽ മെഡിറ്ററേനിയൻ വെജിറ്റേഷൻസ് കാണാം. ഇതെന്ന് വെച്ചാൽ സാധാരണ യൂറോപ്പിലെ, ആഫ്രിക്കയിലെ, ഏഷ്യയിലൊക്കെയാണ് കൂടുതലായി ഇത് കാണപ്പെടുന്നത്. ഇത് നമ്മുടെ ആക്ച്വൽ മെഡിറ്ററേനിയൻ റീജിയൻ, കാലിഫോർണിയ, അമേരിക്കയിലെ കാലിഫോർണിയയിലും സൗത്ത് വെസ്റ്റ് ആഫ്രിക്കയിലും സൗത്ത് അമേരിക്കയിലും സൗത്ത് വെസ്റ്റ് ഓസ്ട്രേലിയയൊക്കെ നമുക്ക് കൂടുതലായി കാണപ്പെടുന്നതാണ്. ഇവിടെ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട്? ഓറഞ്ച്, ഫിഗ് എന്ന് പറയുന്ന ഫ്രൂട്ട്, ഒലിവ്സ്, അതുപോലെ ഗ്രേപ്സ്, ഇതൊക്കെയാണ് ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇത് കണ്ടോ? നമ്മളിങ്ങനെ തട്ടായിട്ടൊക്കെ കൃഷി ചെയ്യത്തില്ലേ? ഈ ഒരു രീതിയിലെ കൃഷിയാണ് നമ്മൾ മെഡിറ്ററേനിയൻ എന്ന് പറയുന്നത്, മെഡിറ്ററേനിയൻ വെജിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് കൂടുതലായിട്ട് ഇത്
ഗ്രേപ്സിന്റെ കൃഷിക്ക്, ഓറഞ്ചിന്റെ കൃഷിക്ക്, അതുപോലെ ഒലിവ്സിന്റെ കൃഷിക്ക്, ഫിഗിന്റെ കൃഷിക്ക് ഇതൊക്കെ കാണപ്പെടുന്നു. ഇത് കൂടുതലും കാണപ്പെടുന്നത് യൂറോപ്പിൽ, ആഫ്രിക്കയിൽ, ഏഷ്യയിലൊക്കെയാണ്. സൗത്ത് അമേരിക്ക, വെസ്റ്റ് ആഫ്രിക്ക, USA, കാലിഫോർണിയ, ഓസ്ട്രേലിയ തുടങ്ങിയ ഭാഗങ്ങളിലാണ്. അപ്പോൾ ലോകത്ത് കാണപ്പെടുന്ന വിവിധ തരത്തിലുള്ള വെജിറ്റേഷൻസ്, സസ്യങ്ങളുടെ വിവിധ വൈവിധ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആദ്യം നമ്മൾ കുറച്ച് ഫോറസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങി. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, പിന്നെ നമ്മൾ ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ്, അതിനുശേഷം ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്, പിന്നെയോ ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് ഉണ്ട്. ഇനി മെഡിറ്ററേനിയൻ വെജിറ്റേഷനെയും കണ്ടു. ഫിഗർ കണ്ടപ്പോൾ വ്യക്തമായില്ലേ? ഇത് കുറെ നമ്മൾ ചെയ്യുന്ന കൃഷി രീതിയാണ്. ഇതൊരു ഫോറസ്റ്റ് അല്ല, നമ്മൾ ഇങ്ങനെ തന്നെ കൃഷി ചെയ്ത് ഒരു കാട് പോലെ സെറ്റ് ആക്കുകയാണ്. നമ്മൾ കൃഷി ചെയ്യുകയാണ്. ഓറഞ്ച് ഇങ്ങനെ കൃഷി ചെയ്യുന്നു, തട്ടായിട്ട് ഒലിവ് കൃഷി ചെയ്യുന്നു, ഫിഗ് കൃഷി ചെയ്യുന്നു. അങ്ങനെ കൃഷി ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇതിനെ മെഡിറ്ററേനിയൻ വെജിറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് കോണിഫറസ് ഫോറസ്റ്റ്. എന്താണ് ഈ കോണിഫറസ് ഫോറസ്റ്റ്? ഇത് കണ്ടോ, ഒരു കോൺ ഷേപ്പിലായിരിക്കും ഈ ഫോറസ്റ്റ് ഇരിക്കുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ സ്തൂപികാ വൃക്ഷങ്ങൾ, സ്തൂപികാ വനം എന്ന് പറയും. കോൺ എന്ന് വെച്ചാൽ നമ്മുടെ ഐസ്ക്രീമിന്റെ കോണില്ലേ, ആ കോണ് തന്നെ, ആ കോൺ ഷേപ്പിലായിരിക്കുന്നത്. എവിടെ നോക്കിയാലും ഒരു കോൺ ഷേപ്പ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ സ്തൂപം എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. അപ്പൊ സ്തൂപിക ഫോറസ്റ്റ് എന്ന് പറയാം. ഇനി മഞ്ഞ് മൂടുമ്പോഴോ നമ്മുടെ ക്രിസ്മസിന്റെ ഫോട്ടോ ഒക്കെ കണ്ടിട്ടില്ലേ? ആ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്ന കണ്ടിട്ടില്ലേ? സ്നോ കവേർഡ് കോണിഫറസ് ഫോറസ്റ്റ് ആണ് ഈ കാണുന്നത്. ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ വെരി ഹൈ ലാറ്റിറ്റ്യൂഡ്സിലാണ് ഇത് കാണപ്പെടുന്നത്. ഇത് ടൈഗ എന്നും ഇതിനെ വിളിക്കുന്നുണ്ട്. ഇതിനെ എന്തും വിളിക്കുന്നുണ്ട്? ടൈഗ എന്നും വിളിക്കുന്നുണ്ട്. ഇനി ഈ ഫോറസ്റ്റ് ഹയർ ആൾട്ടിറ്റ്യൂഡ്സിലാണ് നമ്മൾ പറഞ്ഞു. ഇവിടെ പൈൻ മരം, ചിർമരം, സെഡാർ, ഇങ്ങനത്തെ ഭയങ്കര നീളമുള്ള ഇങ്ങനെ കോണി ഷേപ്പിലുള്ള മരങ്ങളാണ് കാണപ്പെടുക. ഇവിടെ കാണുന്ന ജീവികൾ സിൽവർ ഫോറക്സ്, മിങ്സ്, പോളാർ ബിയർ ഒക്കെയാണ് ഇവിടെ കാണുന്ന ജീവികളെ മനസ്സിലായല്ലോ. അപ്പൊ ആരൊക്കെ കാണുന്നുണ്ട്? സിൽവർ ഫോക്സ് ഉണ്ട്, മിങ്ക് ഉണ്ട്, പോളാർ ബിയർ ഉണ്ട്. ഞാൻ ഇവിടെയോ പടം എടുത്ത് വെച്ചിട്ടുണ്ട്. പോളാർ ബിയർ അതാണ്ടിരിക്കുന്നു, പോളാർ ബിയർ. ക്ലിയർ ആണ്? അപ്പൊ ഇങ്ങനത്തെ കുറച്ച് മൃഗങ്ങളും ഇവിടെയുണ്ട്. ഇനി തൈഗ എന്നിതിനെ വിളിക്കും എന്ന് പറഞ്ഞു. ഈ തൈഗ എന്ന് വെച്ചാല് വെരി പ്യുവർ, നിർമ്മലമായത്, ശുദ്ധമായത്, അൺടച്ച്ഡ് ഇൻ ദ റഷ്യൻ ലാംഗ്വേജ്. ഒന്നെങ്കിൽ പ്യുവർ, ശുദ്ധം, തൊട്ടിട്ടില്ലാത്തത് എന്നൊരു അർത്ഥത്തിലാണ് റഷ്യയിൽ നിന്ന് വന്ന ഒരു വേർഡാണ് തൈഗ ഫോറസ്റ്റ് എന്ന് ഇതിനെ വിളിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? സൗണ്ട് വളരെ ക്ലിയർ ആണ്. ജോഗ്രഫിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോ ഇത് ആർക്കെങ്കിലും സൗണ്ട് ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് ബാക്കിൽ പോയിട്ട് തിരിച്ചു വരിക. ക്ലിയർ ആണോ? ഇതെല്ലാം ഫോറസ്റ്റിന്റെ ഭാഗമായി നമ്മൾ പഠിക്കുന്നതാണ്. ഫോറസ്റ്റ് ആണ് ഇതെല്ലാം. ഓക്കെയാണ്, ഇതെല്ലാം ഫോറസ്റ്റ് ആണ്. ഒരു ഫോറസ്റ്റിന്റെ പേരല്ല ഇത്. നമുക്ക് ഇങ്ങനത്തെ കുറെ ഫോറസ്റ്റുകൾ പല സ്ഥലങ്ങളിൽ കാണാം. നമ്മൾ ഫോറസ്റ്റിനെ വിവിധ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഒരു ഫോറസ്റ്റിന്റെ പേര് ചോദിച്ചാൽ നമ്മൾ പറയും സൈലന്റ് വാലി എന്ന് പറയുന്ന നിത്യഹരിത വനമുണ്ട് നമുക്ക്. സൈലന്റ് വാലി എന്ന പേരിലുള്ള ഒരു വനമുണ്ട്. ആമസോൺ എന്ന് പറയുന്ന ഒരു കാടുണ്ട് നമുക്ക്. അപ്പോ അത് നമ്മുടെ ലോകത്ത് ഒരു വനത്തിന്റെ പേരാണ്. ഇതങ്ങനല്ല, ഒരു ഗ്രൂപ്പ്. ഇത് ഫോറസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിൽ ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ നമുക്ക് ഇത്തരം ഈ കൈൻഡ് ഓഫ് ഫോറസ്റ്റുകൾ കാണാൻ പറ്റും. എല്ലാവർക്കും പിടികിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ ആണ്, ക്ലിയർ ആണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് സുന്ദർബൻസ് ആണ്. സുന്ദർബൻസ് ആണ് ഏറ്റവും വലിയൊരു ഫോറസ്റ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അത് പശ്ചിമ ബംഗാളിലാണ്. ഒരു വലിയ ഫോറസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് സുന്ദർബൻസ് ആണ്. പശ്ചിമ ബംഗാളിൽ കാണപ്പെടുന്ന സുന്ദർബൻസ് ഫോറസ്റ്റ് ആണ്. നമുക്ക് ഒരുപാട് ഫോറസ്റ്റ് ഇന്ത്യയിലുണ്ട്. അബുജ്മ എന്ന് പറയുന്ന ഫോറസ്റ്റ് ഉണ്ട്, അനേക്കൽ എന്ന ഫോറസ്റ്റ് ഉണ്ട്, അതുപോലെ ബെയ്കുന്ദാപൂർ ഫോറസ്റ്റ് ഉണ്ട്, ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഉണ്ട്, ബന്ദ്ര ഫോറസ്റ്റ് ഉണ്ട്. ഇതൊക്കെ പല 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 സംസ്ഥാനങ്ങളിൽ കിടക്കുന്നതാണ്. ചമ്പൽ, ഗിർ നാഷണൽ പാർക്ക്, ഇതൊക്കെ നമ്മുടെ ഫോറസ്റ്റ് ആണ്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, ഇതൊക്കെ നമ്മുടെ കൻഹ നാഷണൽ പാർക്ക് ഒക്കെ നമ്മുടെ ഫോറസ്റ്റ് ആണ്. പല ദേശീയോദ്യാനങ്ങളും വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ഒക്കെ എന്താണ്, വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളൊക്കെ നമ്മുടെ എന്താണ്, ഫോറസ്റ്റുകളിലാണ്. പക്ഷെ ഈ നമ്മളിവിടെ പറഞ്ഞത് ഒരു ഫോറസ്റ്റിന്റെ പേരല്ല, ഗ്രൂപ്പിനെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായോ? നമ്മളെ ഫോറസ്റ്റിനെ എങ്ങനെ ഗവി ഒരു ഫോറസ്റ്റിന്റെ ഭാഗമാണ്. നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതം ഒരു ഫോറസ്റ്റിന്റെ ഭാഗമാണ്. ക്ലിയർ ആണ്?
എല്ലാവർക്കും മനസ്സിലായി. നെയ്യാർ വന്യജീവി സങ്കേതം ഒരു ഫോറസ്റ്റിന്റെ ഭാഗമാണ്. കൊല്ലം ജില്ലയിലെ തെന്മല ഒരു ഫോറസ്റ്റിന്റെ ഭാഗമാണ്. നമ്മളിവിടെ ഫോറസ്റ്റിനെ വിവിധ രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് എങ്ങനെയാണ് ലോകത്തെ മുഴുവൻ ഫോറസ്റ്റുകളെ പലതായി തിരിക്കാം. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്, പിന്നെയോ ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് ഉണ്ട്, ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്, ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് ഉണ്ട്, പിന്നെ നമ്മൾ മെഡിറ്ററേനിയൻ വെജിറ്റേഷൻ ഉണ്ട്, കോൺഫിറസ് ഫോറസ്റ്റ് ഉണ്ട്. ഇത്രയാണ് നമ്മൾ കോണിഫറസ് കോൺ ഷേപ്ഡ് സ്തൂപിക ഫോറസ്റ്റ്. ഇത്രയും മനസ്സിലായില്ലേ? എല്ലാവർക്കും പിടി കിട്ടിയോ? അപ്പോൾ ആദ്യത്തെ ഫോറസ്റ്റിലേക്ക് പോകുമ്പോൾ എവർഗ്രീൻ, പേരിൽ നിന്ന് മനസ്സിലായി എപ്പോഴും മഴയാണ്, ഡ്രൈ സീസൺ ഇല്ല, വലിയ ഉയരമുള്ള മരങ്ങളൊക്കെ ഇവിടെയുണ്ട്. നമ്മുടെ ആമസോൺ ആണ് ഇതിന് എക്സാമ്പിള്. രാത്രി നമുക്ക് രാവിലെ പോലും ഇരുട്ടാണ്, കുറ്റാക്കൂരി ഇരുട്ടാണ്, സണ്ണൊന്നും വരാനുള്ള സ്ഥലമില്ല, അത്രയ്ക്കും മരങ്ങൾ ഇങ്ങനെ ഡെൻസ് ആയി കിടക്കുകയാണ്. ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് അതായത് അർദ്ധ ഫോറസ്റ്റുകളാണ്. ഇത് മൺസൂൺ മഴക്കാടുകളാണ്. ഇതിന് പലതരത്തിലുള്ള സീസൺസ് ഉണ്ട്. ഡ്രൈ സീസണിൽ ഇവര് ഇല പൊഴിക്കുന്നവരാണ്. ക്ലിയർ ആണ്? നമ്മുടെ ഇന്ത്യയിൽ കൂടുതലും കാണപ്പെടുന്നത് മൺസൂൺ ഫോറസ്റ്റുകളാണ്. ഇനി ടെമ്പറേറ്റ് എവർഗ്രീൻ, ഇവരെന്ന് പറയുന്നത് എവർഗ്രീൻ. അപ്പോൾ ഇത് മിഡ് ലാറ്ററലിലാണ് കാണപ്പെടുന്നത്. ഏതൊക്കെ സ്ഥലത്താണ്? മരങ്ങൾ കണ്ടു, പൈന്, ഓക്ക്, യുക്കാലിപ്സ് ഒക്കെ കണ്ടു. ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് അമേരിക്ക, ചൈന, ന്യൂസിലൻഡിലൊക്കെയാണ്. ഡ്രൈ സീസണിൽ ഇല പൊഴിക്കുന്നവരാണ്. ക്ലിയർ? ഫെസന്റും മൊണാലുകൾ. ഇനി മെഡിറ്ററേനിയൻ എന്ന് വെച്ചാൽ ചെടികളെ ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുവാണ്. ഇനി കോണിഫറസ് ഉണ്ട്, സ്തൂപിക പോലത്തെ കോൺ ഷേപ്പിലുള്ള ചെടികൾ. ഇനി ഗ്രാസ് ലാൻഡ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മൾ ഫോറസ്റ്റ് എന്ന് പറയുന്ന വെജിറ്റേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രാസ് ലാൻഡ് എന്താണെന്ന് നോക്കാം. ഇത് നമുക്ക് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഉണ്ട്. അതായത് ഇത് നമ്മുടെ ഭൂമധ്യരേഖയുടെ അപ്പുറവും ഇപ്പുറവും സൈഡുകളിൽ കാണപ്പെടുന്നതാണ് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ്. ഇത് എന്താണ്? വലിയ അങ്ങ് ഭയങ്കര മഴയില്ല, എങ്കിലും ചെറിയ മോഡറേറ്റ്, ഒരു മീഡിയം ടു ലോ ലെവൽ മഴയാണ് അവിടെ കാണുന്നത്. ചെറിയ രീതിയിലുള്ള മഴയൊക്കെ ഉണ്ട്. ഒരു മീഡിയം ലെവലിൽ മഴയുണ്ട്. ഒട്ടും മഴയില്ല എന്നല്ല, മഴയുണ്ട്, ചെറിയ രീതിയിലൊക്കെ മഴയുണ്ട്. ഇവിടെ നീളമുള്ള ചെടികളുണ്ട്. 3 മുതൽ 4 മീറ്റർ നീളത്തിലുള്ള ചെടികളൊക്കെ കാണപ്പെടും. സാവന്ന ഗ്രാസ് ലാൻഡ് ആഫ്രിക്ക ഇതിന്റെ ഭാഗമാണ്. ഒരു ഗ്രാസ് ലാൻഡ് ആണ് സാവന്ന എന്ന് പറയുന്ന ഗ്രാസ് ലാൻഡ്. എവിടെയാണ് സാവന്ന? ആഫ്രിക്കയിലാണ്. ഒരു ഗ്രാസ് ലാൻഡിന്റെ പേരാണ് സാവന്ന. സാവന്ന എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. ആഫ്രിക്കയിലാണ് സാവന്ന. സാവന്ന എവിടെയാണ്? ആഫ്രിക്കയിലാണ്. ഇനി എലിഫന്റും സീബ്രയും ജിറാഫും ഡിയറും ലിയോപാർഡും ഒക്കെ ഇവിടെ ഈ ഗ്രാസ് ലാൻഡിൽ കാണപ്പെടുന്നു. അല്ലെ, നമ്മുടെ ഗ്രാസ് കഴിക്കുന്ന ഒട്ടുമിക്ക ജീവജാലങ്ങൾ ഇവിടെ കാണും. ഗ്രാസ് കഴിക്കാൻ ഹെർബിവോഴ്സ് വരും. അപ്പൊ മാനൊക്കെ കാണും. മാനെ തിന്നാൻ ആര് വരും? കാർണിവോറസ് ആയിട്ടുള്ള ജീവജാലങ്ങളും വരും. ഇനി നമ്മൾ ഇത് കണ്ടു. പിന്നെ കൊടും ഫോറസ്റ്റിലൊക്കെ ആയിരിക്കും സിംഹം, ടൈഗർ ഇങ്ങനത്തെ ജീവികളൊക്കെ കൂടുതലായി കാണപ്പെടുന്നത്. ഇതാണ് ഗ്രാസ് ലാൻഡ്സ്. കണ്ടോ, ഫുൾ പുൽമേടുകളാണ്. അടുത്തത് നമ്മളിപ്പോൾ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് ആണ് ആദ്യം കണ്ടത്. ഇനി നമുക്ക് എന്ത് പഠിക്കണം? നമ്മുടെ ടെമ്പറേറ്റ് ആയിട്ടുള്ള ഗ്രാസ് ലാൻഡ്സിനെ കുറിച്ച് പഠിക്കണം. ഇതൊരു മിഡ് ലാറ്റിറ്റ്യൂഡ് ഏരിയയിലായിരിക്കും കാണപ്പെടുന്നത്. ഈ ഗ്രാസ് ലാൻഡ്സിൽ വളരെ ചെറിയ ഗ്രാസുകളായിരിക്കും, ഷോർട്ട് ആയിരിക്കും, പക്ഷെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതായിരിക്കും. ഇവിടെ കാണുന്നത് ബഫലോയും ബൈസണും ആന്റിലോപ്സ് ഒക്കെയാണ്. ആന്റിലോപ്പ് എന്ന് വെച്ചാൽ ഒരു തരം മാനല്ലേ, മാനൊക്കെയാണ് കാണപ്പെടുന്നത്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ലാസ്റ്റ് ക്ലാസിഫിക്കേഷനാണ്. എല്ലാവരും ശ്രദ്ധിച്ചേ. നമ്മൾ പറഞ്ഞു സ്വാഭാവിക സസ്യങ്ങൾ ഏതൊക്കെയുണ്ട്? ഫോറസ്റ്റ് ഉണ്ട്, ഗ്രാസ് ലാൻഡ്സ് ഉണ്ട്, ഷ്രബ് ഉണ്ട്. ഷ്രബിനെ തന്നെ നമ്മൾ തോണി എന്ന് പറഞ്ഞു. തോണി എന്ന് വെച്ചാൽ മുൾ ചെടികളാണ്. ഇത്രയും പിടി കിട്ടിയോ? ഓക്കെ. ഗ്രാസ് ലാൻഡ്സ് ഏതൊക്കെയുണ്ട്? ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സും ഉണ്ട്, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സും ഉണ്ട്. ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? ആഫ്രിക്കയിലെ സാവന്ന ഇതിന് എക്സാമ്പിൾ ആണ്. ഇത് ഒരു എപ്പോഴും അങ്ങ് മഴയെന്നല്ല, ചെറിയ രീതിയിൽ മഴയുണ്ട്. എലിഫന്റും സീബ്രയും ജിറാഫും ഒക്കെ ഇവിടെ ഉണ്ട്. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സോ മിഡ് ഏരിയയിലാണ് കാണപ്പെടുന്നത്. അതായത് സമുദ്ര തീരത്തല്ല, മലമുകളിലുമല്ല. ഇതിന് ഇൻ ബിറ്റ്വീൻ മധ്യമേടുകൾ എന്ന് പറയുന്ന മിഡ് ലാറ്റിറ്റ്യൂഡ്സിലാണ് ഇത് കാണപ്പെടുന്നത്. കോസ്റ്റൽ ഏരിയ അല്ല, സമുദ്രതീരമല്ല, മലമുകളുമല്ല, ഹൈ ലാറ്റിറ്റ്യൂഡ്സുമല്ല. ഇത് കാണുന്നത് മിഡ് ഏരിയയിലാണ്. എന്നാൽ ഇവിടെ ഷോർട്ട് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ചെടികളാണ് ഉള്ളത്. ബഫലോയും ബൈസണും ആന്റിലോപ്സും ഒക്കെയാണ് ഇവിടുത്തെ ജീവജാലങ്ങൾ. ഇനി നമുക്ക് പഠിക്കേണ്ടത് നമ്മുടെ ഏതിനെ കുറിച്ചാണ്?
തോണി ബുഷസിനെ കുറിച്ചാണ് ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഇത് നമ്മുടെ മരുഭൂമികളിലാണ് കാണപ്പെടുന്നത്. ഡ്രൈ ആയിട്ടുള്ള മരുഭൂമിയിലാണ്. നമുക്ക് ശീതമരുഭൂമിയുണ്ട്, അന്റാർട്ടിക്ക ശീതമരുഭൂമിയാണ്. ഇനി ജമ്മു കാശ്മീർ ചില സമയത്ത് മഞ്ഞു മൂടിക്കിടക്കുന്നു, അത് ശീതമരുഭൂമിയാണ്. മണാലി കുളു മഞ്ഞു മൂടിക്കിടക്കുമ്പോൾ ശീതമരുഭൂമിയാണ്. എന്നാൽ ഡ്രൈ ഡിസേർട്ടിന് എക്സാമ്പിൾ ആണ് ഥാർ മരുഭൂമി രാജസ്ഥാൻ, സഹാറ മരുഭൂമി ആഫ്രിക്ക. ഈ ഏരിയയിലൊക്കെയാണ് തോണി ബുഷസ് കാണുന്നത്. നമ്മൾ ഗൾഫിൽ പോകുമ്പോൾ മരുഭൂമി കാണാം, അത് ഉഷ്ണ മരുഭൂമിയാണ്, ഡ്രൈ ഡിസേർട്ട് ആണ്. അപ്പൊ ഇവിടെയാണ് കള്ളിമുൾ ചെടികൾ കാണുന്നത്. കള്ളിമുൾ ചെടികളുടെ പ്രത്യേകത എന്താണ്? നല്ല ഒത്തിരി വർഷത്തേക്ക് ഇതിന് വെള്ളത്തെ സേവ് ചെയ്ത് വെക്കാനുള്ള കഴിവുണ്ട്. ഇതിന് മുള്ളുണ്ട് അല്ലെ, അപ്പോൾ വെള്ളത്തെ സേവ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത് ഈ വെജിറ്റേഷൻസ് അല്ലെ വളരെ കുറവാണ് മഴ. ഇത് എന്ത് ചെയ്യുന്നു? ചൂടിനെ അതിജീവിക്കും. ഹെവി ചൂടിനെ ഇതിന് പറ്റും. ഇത് വെള്ളം നശിച്ചു പോകാതെ വെള്ളത്തെ സ്റ്റോർ ചെയ്ത് എത്ര നാൾ വേണമെങ്കിലും സേവ് ചെയ്ത് അവിടെ ജീവിക്കാം. ഇനി പോളാർ റീജിയനിലേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേറ്റർ റീജിയനെ കുറിച്ചും അതിന്റെ തൊട്ട് അപ്പുറം ഇപ്പുറം ഉള്ള ട്രോപ്പിക്കൽ റീജിയൻസിനെ കുറിച്ചും കണ്ടു. ഇനി ഏറ്റവും മുകളിൽ 90 ഡിഗ്രിയിലാണ് പോൾസ്. നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. 90 ഡിഗ്രി മഞ്ഞു മൂടി കിടക്കുന്ന പ്രദേശങ്ങളാണ് പോളാർ റീജിയൻ. മഞ്ഞു മൂടി കിടക്കുകയാണ്. അങ്ങോട്ട് പോയി നമ്മൾ നോക്കുമ്പോൾ ഫുൾ മഞ്ഞു മൂടി കിടക്കുകയാണ്. അവിടെ അങ്ങനെ നമുക്ക് ചെടികളൊന്നും കാണാനില്ല, ഫുൾ മഞ്ഞാണ്. മഞ്ഞ് അങ്ങനെ മൂടി കിടക്കുന്നു എന്നല്ലാതെ അവിടെ വെജിറ്റേഷൻസ് ചെടികൾ ഏതെങ്കിലുമൊക്കെ പിടിച്ച് നിൽപ്പുണ്ടോ? നമുക്കങ്ങനെ കാണാൻ സാധിക്കുന്നില്ല. ഓൺലി മോസസും ലിച്ചൻസും ഒക്കെ കാണാം. എന്തിനെയൊക്കെ കാണാം? ചില മോസസിനെയും ചില ലിച്ചൻസിനെയും ഒക്കെയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ വെരി സ്മോൾ ഷ്രബ്സ് ഒക്കെ റെയർലി ഫൗണ്ട് ചെയ്യുന്നു. അപ്പോ അത് തന്നെ വളരുന്നത് എപ്പോഴാണ്? അവിടെ എപ്പോഴെങ്കിലും ഒരു ചെറിയ സമ്മർ ഉണ്ടാകുമ്പോഴാണ്. ഈ ഒരു ടൈപ്പ് വെജിറ്റേഷനെയാണ് നമ്മൾ തുന്ദ്ര ടൈപ്പ് വെജിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്? തുന്ദ്ര വെജിറ്റേഷനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പൊ തുന്ദ്ര വെജിറ്റേഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ കാണുന്നതാണ്. ഈ ലിച്ചൻസ് മൊളാസസ് എന്നൊക്കെ പറയുന്നത് പൂപ്പൽസ് ഒക്കെയാണ്. നമ്മൾ പൂപ്പൽ എന്നൊക്കെ പറയുന്നത് തെങ്ങിലൊക്കെ ഇങ്ങനെ ഒരു സാധനം ഇരിക്കുമ്പോൾ നമ്മൾ പറയത്തില്ല ഇത് പൂപ്പലാണ്, തെങ്ങിന്റെ പൂപ്പലാണെന്നൊക്കെ പറയത്തില്ലേ? അതാണ് ഈ പൂപ്പലാണ്. ഞാൻ വേണമെങ്കിൽ ഒന്ന് ഫിഗർ കാണിക്കാം. മൊളാസസ് ഫിഗർ കാണണോ? നിങ്ങൾ നോക്കിയാൽ മതിയോ? ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ലിച്ചൻസിന്റെയോ അങ്ങനെ ഒരു ഫിഗർ കാണിക്കാം. ഒറ്റ സെക്കൻഡ്. ഇപ്പൊ പെട്ടെന്ന് ഫിഗർ ഒരെണ്ണം എടുത്ത് വെക്കാം. ഓക്കെ, മൊളാസസിന്റെ ഫിഗർ കാണിക്കാം. പൂപ്പൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഇതാണ് മൊളാസസ്. അല്ല, ലിച്ചൻസ്. ഇതാണ് ലിച്ചൻസ്. എല്ലാരും കണ്ടോ? ഓക്കെ, തുന്ദ്ര വെജിറ്റേഷൻസ് അറിയാമോ? ഒന്ന് ലൈക്ക് ചെയ്ത് തുന്ദ്ര വെജിറ്റേഷൻസ് മനസ്സിലായെങ്കിൽ. ഇപ്പൊ തുന്ദ്ര എന്ന് പറയുമ്പോൾ സമ്മർ സമയങ്ങളിൽ അവിടെ ചെറിയ ഷ്രബ്സ് ഒക്കെ കാണാം. കൂടുതലായി ഇവിടെ കാണുന്നത് മൊളാസസും അതുപോലെ തന്നെ ലിച്ചൻസും ഒക്കെ കാണത്തുള്ളൂ. ഇത് ഈ ഒരു വെജിറ്റേഷൻ ആണ് തുന്ദ്ര ടൈപ്പ് വെജിറ്റേഷൻ. ഇങ്ങനത്തെ ഭാഗങ്ങളാണ്. ക്ലിയർ ആണ്. ഇനി ഗ്രാസ് ലാൻഡ്സ് ഓരോ രാജ്യങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും പല പല പേരാണ്. ഇപ്പൊ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് എന്നും ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് എന്നുമാണ് നമ്മൾ പഠിച്ചത്. 2 ഗ്രാസ് ലാൻഡ്സ് ആണ് പഠിച്ചത്. ഒന്ന് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ്, 2 ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്. ഇത് ആഫ്രിക്കയിൽ ഇതിനെ സാവന്ന എന്നാണ് വിളിക്കുന്നത്. ബ്രസീലിൽ ഇതിനെ ക്യാമ്പസ് എന്ന് വിളിക്കുന്നു. വെനിസുലയിൽ ഇതിനെ ലാനോസ് എന്ന് വിളിക്കുന്നു. അർജന്റീനയിൽ ടെമ്പറേറ്റിനെ പമ്പാസ് എന്നും, നോർത്ത് അമേരിക്കയിൽ പ്രയറി എന്ന പ്രയറി നമ്മുടെ നോർത്ത് അമേരിക്കയിൽ പ്രയറി എന്നാണ് ഇതിന്റെ പേര്. ഇനി ഈ പ്രയറിയെ നിങ്ങൾ പഠിച്ചു വെക്കണം. പ്രയറി ഏത് സ്ഥലത്താണ്? അപ്പൊ നോർത്ത് അമേരിക്ക. സ്റ്റെപ്പ് എവിടെയാണ്? സെൻട്രൽ ഏഷ്യ. സ്റ്റെപ്പ് എവിടെയാണ്? സെൻട്രൽ ഏഷ്യ. സാവന്ന നിങ്ങൾ പഠിച്ചു വെക്കുക. സാവന്ന എന്ന് പറയുന്നത് ഒരു ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ആണ്. ഇത് ഈസ്റ്റ് ആഫ്രിക്കയിലാണ് കാണപ്പെടുന്നത്. ഈ 3 പേരുകൾ പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കാം. സാവന്ന എവിടെ? അപ്പൊ ഈസ്റ്റ് ആഫ്രിക്ക എന്ന് പറയണം. പ്രയറീസ് എവിടെ? അമേരിക്കയാണ്. സ്റ്റെപ്പ് എവിടെ? ഏഷ്യയിലാണ്. പമ്പാസ് എവിടെയാണ്? പമ്പാസ് എന്ന് പറയുന്നത് അർജന്റീനയിലെ ഗ്രാസ് ലാൻഡ് ആണ്. ഗ്രാസ് ലാൻഡിന് നമ്മൾ എത്രയായി തിരിച്ചു? 2ആയി. ട്രോപ്പിക്കലും ടെമ്പറേറ്റും. ഇത് 2 എണ്ണമായിട്ടേ നമ്മൾ തിരിച്ചോളൂ.
പിന്നെ നമ്മൾ കണ്ടത് തോണി ബുഷസിനെ കുറിച്ചാണ്. മരുഭൂമികളിൽ കാണുന്നതാണ് കള്ളിമുൾ ചെടികൾ. അതിനുശേഷം തുന്ദ്ര ടൈപ്പ് വെജിറ്റേഷനും പഠിച്ചു. ഇതോടുകൂടി നമ്മുടെ നാച്ചുറൽ വെജിറ്റേഷൻസ് തീർന്നു. ഇത് കണ്ടോ, മഞ്ഞത്തൊക്കെ കാണപ്പെടുന്നതാണ് വാൾഗ്രസ്, സീല്, ഇതൊക്കെ. ക്ലിയർ ആണ്? എല്ലാവർക്കും പിടികിട്ടിയോ? ക്ലിയർ ആണോ? ഇതെല്ലാവർക്കും മനസ്സിലായോ? നാച്ചുറൽ വെജിറ്റേഷൻസ് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ. മനസ്സിലായവരെല്ലാവരും ലൈക്ക് ചെയ്തേ. ഫോറസ്റ്റിനെ കുറിച്ച് പഠിച്ചു, ഗ്രാസ് ലാൻഡ്സിനെ കുറിച്ച് പഠിച്ചു, തുന്ദ്ര വെജിറ്റേഷൻസ് പഠിച്ചു, തോണി ചെടികളെ കുറിച്ച് പഠിച്ചു. ഓക്കെ. ഇതൊക്കെ റബ്ബറിലൊക്കെ കാണപ്പെടും. ഈ ലിച്ചൻസും മൊളാസസും ഒക്കെ നമ്മുടെ നാട്ടിലും ഉണ്ട്, മരുഭൂമികളിലും കാണപ്പെടും. മരുഭൂമിയിൽ കുറച്ചും കൂടെ വെറൈറ്റി ആയിരിക്കും കാണുന്നത്. ഇത് ഞാൻ നമ്മുടെ നാട്ടിലാണ് കാണിച്ചത്. ഓക്കെ. മരുഭൂമിയിൽ കുറച്ചും കൂടെ മരുഭൂമിയിൽ എങ്ങനെ കാണും ഞാനൊന്ന് കാണിച്ചു തരാം. നോക്കിക്കോ. മരുഭൂമിയിലൊക്കെ നമുക്ക് അടുത്തും കൂടെ പഠിക്കണം. ഓക്കെ. ഇങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ ഈ ലിച്ചൻസ് ഒക്കെ കാണുന്നത് ഈ ഒരു രീതിയിലാണ്. കണ്ടോ? ഈ ഒരു രീതിയിലാണ് മഞ്ഞ് മൂടിയ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ലിച്ചൻസും ഇതൊക്കെ കാണുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ ആണോ? കണ്ടോ? ഇതാണ് അവിടുത്തെ ആകപ്പാടുള്ള വെജിറ്റേഷൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? ഈ തെങ്ങിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കണ്ടൂടെ? തെങ്ങിലും ഒക്കെ നമ്മൾ ഈ മൊളാസസ് ലിച്ചൻസ് ഒക്കെ കാണാറുണ്ട്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? തെങ്ങിലൊക്കെ ഇത് കണ്ടോ, മഞ്ഞ് മൂടിക്കിടക്കാണ്. അവിടെ കാണുന്നതാണ് ഈ മൊളാസസ് ലിച്ചൻസ് ഒക്കെ. കണ്ടോ? അവിടുത്തെ മഞ്ഞിന്റെ ഏതെങ്കിലും ഒരു പാറയിലൊക്കെ ആയിരിക്കും ഇങ്ങനെ കാണുന്നത്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായോ മഞ്ഞ് മൂടിയ സ്ഥലങ്ങളിൽ കാണുന്നത്? ക്ലിയർ ആണ്? എന്റെ പേര് റീജ എന്നാണ്. ക്ലിയർ? ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. നമ്മുടെ ആദ്യ ചോദ്യം, ടിക്ക് ദ കറക്റ്റ് ആൻസർ. മോസസ് ആൻഡ് ലിച്ചൻസ് ആർ ഫൗണ്ട് ഇൻ. മോസസും ലിച്ചൻസും, മൊളാസസ്, മോസസ് ഇതൊക്കെ എവിടെയാണ് കാണുന്നത്? നിങ്ങൾ പഠിച്ചില്ലേ? തുന്ദ്ര വെജിറ്റേഷൻസ്. തുന്ദ്രയിലല്ലേ മോസസ് ആൻഡ് ലിച്ചൻസ്? എവിടെയാണ്? തുന്ദ്ര വെജിറ്റേഷൻസ് ആണ്. തുന്ദ്രയല്ലേ? ഇനി തോണി ബുഷസ് എവിടെയാണ്? തോണി ബുഷസ് ഹോട്ടാണ്, ഡ്രൈ ഡിസേർട്ടിലാണ്. ഹോട്ടാണ്, ഡ്രൈ ആണ്. ഹ്യൂമിഡ് ആണോ? ഹ്യൂമിഡ് എന്ന് വെച്ചാൽ ആർദ്രമേഘങ്ങളാണ്, തണുപ്പുള്ളതാണ്. അതല്ല, ഡ്രൈ ആയിട്ടുള്ള ഡെസേർട്ടാണ് തോണി ബുഷസ്. ഇങ്ങനെയാണ് നമുക്ക് ചോദ്യം വരുന്നത്. തോണി ബുഷസ് എവിടെ കാണുന്നു? അപ്പൊ നമ്മൾ ഡ്രൈ ആയിരിക്കണം, ഹോട്ട് ആയിട്ടുള്ള ക്ലൈമറ്റിലാണ്. ഇനി ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, വൺ ഓഫ് ദ കോമൺ അനിമൽ. എവർഗ്രീൻ ഫോറസ്റ്റിലെ കോമൺ അനിമൽ ഏതാണ്? മങ്കി വളരെ കോമൺ ആയിട്ടുള്ള ഒരു അനിമലാണ്. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് നമ്മൾ മങ്കി, നമുക്ക് എപ്പോഴും അറിയാം, വനത്തിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മുതലേ മങ്കീസിനെ കാണാൻ പറ്റും. അപ്പൊ മങ്കീസ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു അനിമലാണ്. വൺ ഇമ്പോർട്ടന്റ് വെറൈറ്റി ഓഫ് കോണിഫറസ്, അതായത് സ്തൂപിക അല്ലെ. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഹയർ ലാറ്റിറ്റ്യൂഡ്സിലാണ്, എല്ലാം കോൺ ഷേപ്ഡ് ആണ്. ഇതിന്റെ എക്സാമ്പിൾ പൈൻ എന്താണ്? കോണിഫറസ് ഫോറസ്റ്റിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചെടിയാണ്. കോണി ചെടിയല്ലേ പൈന്? നമ്മുടെ ക്രിസ്മസ് ട്രീസ് അല്ലെ, അതൊന്ന് ഓർത്തു വെക്കുക. സ്റ്റെപ്പേ ഗ്രാസ്ലാൻഡ് എവിടെയാണ്? നമ്മൾ പഠിച്ചില്ലേ? സ്റ്റെപ്പേ എവിടെയാണ്? സെൻട്രൽ ഏഷ്യയിലാണ്. ഏഷ്യയിലാണ് സ്റ്റെപ്പ് എവിടെയാണ്? ഏഷ്യയിലാണ്. ഏഷ്യ. ക്ലിയർ ആണ്? അപ്പോ ഒന്നും കൂടെ നോക്കിയേ. മോസസ്, ലിച്ചൻസ് എവിടെയാണ്? എല്ലാരും ഒന്ന് ഓർത്ത് നോക്കിയേ. തുന്ദ്ര. തോണി ബുഷസോ? ഹോട്ട് ആൻഡ് ഡ്രൈ ഡിസേർട്ട്. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിൽ കൂടുതൽ കോമൺ ആയി കാണുന്ന ഒരു മൃഗമാണ് മങ്കി. വെറൈറ്റി ഓഫ് കോണിഫറസിന്റെ പ്രത്യേകത പൈന്. സ്റ്റെപ്പേ ഗ്രാസ്ലാൻഡ്സ് എവിടെയാണ്? സെൻട്രൽ ഏഷ്യ. എല്ലാവർക്കും ആൻസേഴ്സ് കിട്ടിയോ? ക്ലിയർ ആണ്? ആൽബിൻ, എന്റെ പേര് റീജ എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണ്. തുന്ദ്രയുടെ മലയാളം തുന്ദ്ര എന്ന് തന്നെയാണ് കേട്ടോ. തുന്ദ്രയുടെ മലയാളം തുന്ദ്ര എന്ന് തന്നെയാണ്. മലയാളം നമ്മൾ എല്ലാത്തിനെയും പറയുന്നുണ്ട്. ഇതിന്റെ തോണി എന്ന് പറയുമ്പോൾ എന്താണ്? കള്ളിമുൾച്ചെടി, മുൾച്ചെടികൾ എന്നാണ്. നിത്യഹരിത വനം, മഴ ഫോറസ്റ്റ്, മഴവനം എന്നാണ് ഇതിന്റെ മലയാളം. കോണിഫറസ് എന്ന് വെച്ചാൽ സ്തൂപികാവനം. നമ്മൾ എല്ലാത്തിന്റെയും മലയാളം പറഞ്ഞില്ലേ? ലിച്ചൻസിനെ ലിച്ചൻസ് എന്നും മൊളാസസ് എന്നൊക്കെ തന്നെയാണ് ഇതിന്റെ മലയാളത്തിൽ പറയുന്നത്. പൂപ്പലുകൾ എന്നേ മറ്റൊരു പേര് പറയാനുള്ളൂ. ഓക്കെ, ഇതിന്റെ എല്ലാം മലയാളം നമ്മൾ പറഞ്ഞു.
ഹോട്ട് ആൻഡ് ഡ്രൈ ഡിസേർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ മരുഭൂമി എന്നേ അർത്ഥമുള്ളൂ. ഉഷ്ണ മരുഭൂമി എന്ന് വേണമെങ്കിൽ ഡ്രൈ ഡിസേർട്ടിനെ വിളിക്കാം. തണുപ്പുള്ള മരുഭൂമി, ശീത മരുഭൂമി, എല്ലാത്തിൻ്റെയും മലയാളം വേർഡ്സ് പറയുന്നുണ്ട്. ഇനി നമുക്ക് ആമസോണിലെ ജീവിതത്തെ കുറിച്ച് നോക്കാം. നമ്മൾ ആമസോണിന്റെ പ്രത്യേകത എന്താണ്? ആമസോൺ എന്ന് പറയുമ്പോൾ ഭൂമധ്യരേഖയോട് ചേർന്ന് കാണപ്പെടുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ മലയാളവും ഇംഗ്ലീഷും വെവ്വേറെ ആയിട്ട് ഞാൻ നോട്ട്സ് തരുന്നുണ്ട് കേട്ടോ. മലയാളം ഇംഗ്ലീഷ് നോക്കേണ്ടവർക്ക് വെവ്വേറെ ആയിട്ട് തന്നെ നോട്ട്സ് തരികയാണ്. അതിനകത്ത് കറക്റ്റ് മലയാളം ആയിരിക്കും മലയാളത്തിൽ. ഇനി ഏതെങ്കിലും വേർഡ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് നോക്കണം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ആ PPT എടുത്ത് വെച്ച് നോക്കിയാൽ മതി. ഒരു PPT തന്നെ മതിയോ മലയാളവും ഇംഗ്ലീഷും? ഏതാണ് നിങ്ങൾക്ക് എളുപ്പം? ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്വേറ്ററിനോട് ചേർന്ന് കാണപ്പെടുന്നതാണ്. നമ്മൾ ഈ ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? ഭൂമധ്യരേഖയോട് ചേർന്ന് കാണപ്പെടുന്ന ഭാഗത്തെയാണ്. ഈ 0 ഡിഗ്രി അക്ഷാംശമാണ് ഭൂമധ്യരേഖ. നമുക്ക് ഭൂമിയെ പലതായി തിരിക്കാം. അക്ഷാംശം വെച്ചും രേഖാംശം വെച്ചും ഒക്കെ തിരിക്കാം. ഈ 90 ഡിഗ്രി വരുന്നതാണ് നമ്മുടെ പോളാർ റീജിയൻ. ഇത് നമ്മൾ 66 ഡിഗ്രി, 23 ഡിഗ്രി, പിന്നെ ഏറ്റവും നടുക്കൂടെ വരയ്ക്കുന്നതാണ് നമ്മുടെ ഇക്വേറ്റർ, ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയോട് ചേർന്ന് കാണപ്പെടുന്നതാണ് ഇക്വേറ്റേറിയൽ റീജിയൻ അല്ലെങ്കിൽ ഭൂമധ്യരേഖാ പ്രദേശം. അപ്പോൾ ഇവിടെ നമ്മുടെ നദികളൊക്കെ ഒഴുകുന്നു അല്ലെ, ഒരുപാട് വെള്ളമൊക്കെ കാണാൻ പറ്റും. ഇതിനെയാണ് റിവർ മൗത്ത് എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളം എവിടെ നിന്നാണോ ഒഴുകുന്നത്, വെള്ളത്തിന്റെ ഉത്ഭവ പ്രദേശം ഏതാണ്, അതിനെയാണ് റിവറിന്റെ മൗത്ത് എന്ന് വിളിക്കുന്നത്. പ്ലേസ് വെയർ എ റിവർ ഫ്ലോസ് ഇൻ ടു അനദർ ബോഡി ഓഫ് വാട്ടർ. അപ്പോ നമ്മള് ഇതൊരു ഭാഗം, ഇവിടെ നിന്ന് ഈ റിവറിൽ നിന്ന് വെള്ളം വേറൊരു ഭാഗത്തോട്ട് വെള്ളം ഒഴുകുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിവേഴ്സ് മൗത്ത്. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. റിവേഴ്സ് മൗത്ത് എന്താണെന്നുള്ളത് നോക്കിക്കോണം. ഓക്കെ, റിവേഴ്സ് മൗത്ത്. ഓക്കെ, ഞാനിപ്പോ കാണിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിട്ടതായിരുന്നു ആ ഫിഗർ. ഇതിന്റെ മലയാളം എന്ന് പറയുന്നത് നദീമുഖം എന്നാണ്. മലയാളം എന്താണ്? നദീമുഖം എന്നാണ് ഇതിന്റെ മലയാളം. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ഫിഗർ കാണുമ്പം ആ സംഭവം അങ്ങോട്ട് ക്ലിയർ ആകും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഫിഗർ കാണിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോണേ. ഇത് കണ്ടോ? ഇത് നദീമുഖം, റിവർ മൗത്ത്. ഇതെന്ന് പറയുമ്പോൾ ഒരു നദി. ഇത് കണ്ടോ? ഈ നദി ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ആയിരുന്നു ഇതിന്റെ ഒഴുക്ക്. ഇത് വേറൊരു ജലാശയത്തിലേക്ക് പോവുകയാണ്. ഇതിനെയാണ് ഒരു നദി കടലിലോട്ടോ അല്ലെങ്കിൽ ഒരു കായലിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജലാശയത്തിലോട്ടോ ഈ ചേരുന്ന ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? നദീമുഖം എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ എന്താണ് നമ്മുടെ റിവർ മൗത്ത് എന്ന്? ഇപ്പൊ ഈ ഒരു നദി ഇവിടുന്ന് ഇങ്ങനെ ഒഴുകി വരികയാണ്. ഇത് വലിയൊരു ജലാശയമാണ്. ഈ ജലാശയത്തിലോട്ട് കയറാൻ പോവുകയാണ്. ഈ ഭാഗമാണ് റിവർ മൗത്ത്. ഇത് എവിടെ നിന്നാണോ ഇത് ഇങ്ങോട്ട് പോകാൻ പോകുന്നത്, ഈ നദി ഇങ്ങനെ ഒഴുകി വരുമായിരുന്നു. ഇങ്ങനെ ഇവിടെ ഒരു കടൽ നിൽക്കുന്നു. അപ്പൊ ഇത് പതുക്കെ ഒഴുകി ഇങ്ങനെ വന്ന് ഈ കടലിലോട്ട് ചേരുന്നു. ഈ ഭാഗം, ഇത് എവിടെ വെച്ചാണോ ഈ നദി കടലിലോട്ട് ചേരുന്നത്, ഈ ഭാഗത്തെയാണ് റിവർ മൗത്ത് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണ്? ഇപ്പൊ ഇവിടെ ഒരു നദിയുണ്ട്. ഈ നദി ഇങ്ങനെ ഒഴുകി വരുന്നു. ഇവിടെ നോക്കുമ്പോൾ വലിയൊരു കടലുണ്ട്. ഈ കടലിലോട്ട് ഈ നദി ചേരുന്നു. ഈ ഭാഗമാണ് റിവർ മൗത്ത്. എല്ലാവർക്കും നദീമുഖം അല്ലെങ്കിൽ റിവർ മൗത്ത് മനസ്സിലായോ? ഓക്കെ ആണ്? എല്ലാവർക്കും പിടികിട്ടി? ഡൗട്ട് ഇല്ലല്ലോ? റിവർ മൗത്ത് പിടികിട്ടിയില്ലേ? ഓക്കെ ആണ്. അപ്പോ നമ്മുടെ ആമസോണിന്റെ റിവറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആമസോൺ ബേസിൻ അല്ലെ? അപ്പൊ ന്യൂമറസ് ട്രിബ്യൂട്ടറീസ് ജോയിൻ ദ ആമസോൺ റിവർ ടു ഫോം ദ ആമസോൺ ബേസിൻ. ആമസോൺ ബേസിൻ എന്ന് പറയുമ്പോൾ ആമസോൺ റിവറിലോട്ട് ഒരുപാട് കൈവഴികളൊക്കെ വന്ന് വീണ് രൂപപ്പെടുന്നതാണ് ആമസോൺ ബേസിൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ വന്ന് വീണ് രൂപപ്പെട്ടതാണ്. ഇനി ദ റിവർ ബേസിൻ ഡ്രെയിൻസ് പോർഷൻസ് ഓഫ് ബ്രസീൽ, പെറു, ബൊളീവിയ, ഇക്വഡർ, കൊളംബിയ, വെനസ്വല. ചില ഭാഗങ്ങൾ, അതായത് ഇതിന്റെ പോർഷൻസ് ഏതൊക്കെയാണ് ഡ്രെയിൻ ചെയ്യുന്നത്? ബ്രസീല്,
പെറു, ബൊളീവിയ, ഇക്വഡർ, കൊളംബിയ, വെനിസ്വല ഈ ഭാഗങ്ങളൊക്കെ ഇതിന്റെ ഈ റിവർ ബേസിന്റെ ഭാഗമാണ്. ഇനി നമ്മൾ നോക്കുന്നത് ക്ലൈമറ്റ് എന്താണ് എന്നാണ്. അപ്പൊ നമ്മൾ ആദ്യം ആമസോൺ ബേസിനെ കുറിച്ചാണ് പറഞ്ഞത്. ആമസോൺ ബേസിൻ എങ്ങനെ രൂപപ്പെട്ടു എന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനത്തെ റിവർ മൗത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കുറെ നദികൾ ഇങ്ങനെ ഒഴുകി വന്നതിന്റെ ഭാഗമായി രൂപീകരിച്ചതാണ്. ഇത് ഇക്വേറ്ററിന്റെ അടുത്താണ്. പിന്നെയോ എന്താണ് റിവർ മൗത്ത് എന്നും പറഞ്ഞു. ഇതിന്റെ ഭാഗമായിട്ടുള്ള പല പല രാജ്യങ്ങളും കണ്ടു. ബ്രസീലും പെറുവും ഇക്വഡറും കൊളംബിയൊക്കെ കണ്ടു. ഇനി എന്താണ് ക്ലൈമറ്റ്? ക്ലൈമറ്റ് എന്ന് വെച്ചാൽ കാലാവസ്ഥയാണ് അല്ലെ. അപ്പൊ ആമസോൺ ബേസിനില് നമ്മുടെ വളരെ ചൂടായിരിക്കുമല്ലോ. ഇക്വേറ്ററിന്റെ അടുത്താണ്. സൂര്യൻ ലംബമായി നിൽക്കുകയാണ്. സൂര്യൻ 90 ഡിഗ്രി നിൽക്കുന്ന ഭാഗമാണ് ഇക്വേറ്റർ. ആഫ്രിക്കയിലൊക്കെ ഈ ഒരു ഇക്വേറ്ററിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് കൊടും ചൂടും അവിടുത്തെ ആളുകൾ കറുത്തും പോകുന്നത്. കൊടും ചൂടാണ്. സൂര്യൻ നട്ടുച്ചയ്ക്ക് നിൽക്കുകയാണ്. അപ്പൊ വളരെ ചൂടാണ് ഇവിടെ. വെറ്റ് ക്ലൈമറ്റ് ത്രൂ ഔട്ട് ദ ഇയർ ആണ്. ഭയങ്കര കൊടും ചൂടാണ്. ചൂട് കൂടുതലാണെങ്കിൽ വെള്ളം എപ്പോഴും എന്ത് ചെയ്യും? വെള്ളം ബാഷ്പീകരിക്കുകയും മുകളിൽ പോവുകയും മഴ പെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ വെറ്റ് ക്ലൈമറ്റ് ആയിട്ട് നിൽക്കും. ഭയങ്കര ചൂടാണ്, ഹെവി ചൂടാണ്. റിവർ ഉണ്ട്. റിവറിൽ നിന്ന് വെള്ളം മേളിലോട്ട് പോകുന്നു, ബാഷ്പീകരിക്കുന്നു, മഴ പെയ്യുന്നു. വെള്ളം പോകുന്നു, ബാഷ്പീകരിക്കുന്നു, മഴ പെയ്യുന്നു. ഇതായിരിക്കും അവിടുത്തെ അവസ്ഥ. അപ്പൊ ഡേ ടെമ്പറേച്ചർ ഭയങ്കര ഹൈ ആയിരിക്കും. രാത്രിയാണെങ്കിൽ നല്ല ഹൈ ഹ്യൂമിഡിറ്റി ആയിരിക്കും, നല്ല ആർദ്രതയായിരിക്കും, നല്ല ഹ്യൂമിഡിറ്റി ആയിരിക്കും, ഭയങ്കര തണുപ്പുള്ള രാത്രിയുമായിരിക്കും. നൈറ്റ് ആണെങ്കിൽ ടെമ്പറേച്ചർ കുറവാണ്, അപ്പോൾ ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. രാത്രി നല്ല തണുപ്പായിരിക്കും, രാവിലെ കൊടും ചൂടായിരിക്കും. ഇതാണ് അവിടുത്തെ പ്രത്യേകത. ഇനി നമുക്കിവിടെ റെയിൻ ഫോറസ്റ്റ് കാണാം. മഴക്കാടുകൾ. എന്താണ് റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ? നമ്മളിപ്പോൾ പഠിച്ചില്ലേ, റെയിൻ ഫോറസ്റ്റ് തിക്കായിരിക്കും. നമുക്ക് രാവിലത്തെ സൂര്യപ്രകാശം പോലും അങ്ങോട്ട് കാണാൻ പറ്റത്തില്ല, അത്രയ്ക്ക് മരങ്ങൾ ഇങ്ങനെ തിക്കിക്കൂടി നിൽക്കുകയായിരിക്കും. തിക്ക് ആൻഡ് ഡെൻസ് ഫോറസ്റ്റ് ആയിരിക്കും. സൺലൈറ്റിനെ ഉള്ളിലോട്ട് വിടത്തില്ല അല്ലെ. ഒരുപാട് ചെടികൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഓർക്കിഡ്, ബ്രോംലൈഡ്സ്, ഇങ്ങനത്തെ ഒരുപാട് ചെടികളുണ്ട് അവിടെ. റെയിൻ ഫോറസ്റ്റിൽ നമുക്ക് ഇഷ്ടംപോലെ പൂക്കളും ചെടികളും ജീവജാലങ്ങളെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ബേർഡ്സ് തന്നെ ഹമ്മിങ് ബേർഡ്സ് ഉണ്ട്. ബേർഡ്സ് ഒക്കെ ഇഷ്ടംപോലെ തരത്തിലുള്ള ബേർഡ്സ്, ഒരുപാട് വൈവിധ്യമാർന്ന ചെടികൾ, വൈവിധ്യമാർന്ന മൃഗങ്ങൾ, ഇതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. കൂടുതലായി കാണുന്ന ഒരു മൃഗം ഏതാണ്? മങ്കിയാണ്. സ്ലോത്തിനെ കാണാം. പിന്നെയോ ഒരുപാട് മൃഗങ്ങളെ കാണാം. റെപ്റ്റൈൽസ്, ഉരകങ്ങൾ കാണാം. പാമ്പ് പോലുള്ള റെപ്റ്റൈൽസിനെയൊക്കെ കാണാൻ പറ്റും. അതുപോലെ ക്രോക്കഡൈൽസും സ്നേക്സും പൈത്തൻസും അനക്കൊണ്ടയും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരുപാട് ജീവജാലങ്ങൾ, ഒരുപാട് ഇൻസെക്ട്സ്, ഒരുപാട് ഫ്ലോറയും ഫൗണയും കാണാം. ചെടികള്, പൂച്ചെടികൾ, അതുപോലെ തന്നെ ഫ്ലോറയും ഫൗണ ജീവജാലങ്ങളെ, വെറൈറ്റീസിനെ കാണാം. ഒരുപാട് ഫിഷസിനെ കാണാം. അപ്പോൾ ഒരുപാട് വെറൈറ്റി ജീവജാലങ്ങളെ ഈ റെയിൻ ഫോറസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി പീപ്പിൾ ആണെങ്കിൽ ട്രീസ് ഒക്കെ വെട്ടി, അതായത് ഫോറസ്റ്റിന്റെ അടുത്തുള്ളത് ജീവിക്കുന്ന എങ്ങനെ ആയിരിക്കും? ഫോറസ്റ്റിൽ നിന്നുള്ള വിഭവങ്ങൾ കൊണ്ടായിരിക്കും. അവരവിടുത്തെ മരങ്ങളൊക്കെ വെട്ടി, അല്ലെങ്കിൽ മരങ്ങളുടെയൊക്കെ വളരെ ഔഷധ ഗുണങ്ങളൊക്കെ വിറ്റൊക്കെ ആയിരിക്കും ജീവിക്കുന്നത്. പിന്നെ ചില മനുഷ്യരെന്ത് ചെയ്യും? ഹണ്ട് ചെയ്യും. ഫിഷസിനെ ഹണ്ട് ചെയ്യും. റിവറിന്റെ തീരത്തൊക്കെ താമസിക്കുന്ന ഒരു ഫിഷിനെയൊക്കെ ഹണ്ട് ചെയ്ത് ജീവിക്കും. സ്ത്രീകളാണെങ്കിലോ ചെടികളൊക്കെ അവരെ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്നു. പിന്നെ അവിടെയുള്ള ചെറിയ ചെറിയ മൃഗങ്ങളെ ഹണ്ട് ചെയ്ത് ജീവിക്കും. അപ്പൊ മെയിൻലി ഗ്രോ ടപ്പിയോക്ക. ടപ്പിയോക്ക നമ്മളുടെ മരച്ചീനി. ചീനി, നിങ്ങളുടെ സ്ഥലത്ത് ചീനി എന്നാണോ പറയുന്നത്? എന്താണ് പറയുന്നത്? ചീനി എന്നാണോ എല്ലായിടത്തും പറയുന്നത്? കേൾക്കുന്നുണ്ടോ? എല്ലായിടവും മഴ പെയ്യുന്നുണ്ടോ? മഴ പെയ്യുന്നുണ്ടോ? ഒക്കെയാണ്. അപ്പോൾ ചീനിയും പൈനാപ്പിളും സ്വീറ്റ് പൊട്ടറ്റോ, മധുര കിഴങ്ങും ഒക്കെയാണ് കൃഷി ചെയ്യുന്നത്. ഇവിടെ കൂടുതൽ അവർ ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ. അതെന്താണ്? വെട്ടിച്ചുട്ട് കൃഷി. എന്തോ വെട്ടിച്ചുട്ട് കൃഷി. കൃഷി ഇടങ്ങൾ വെട്ടുന്നു, കത്തിക്കുന്നു, ആ ചാരൻ വളമാക്കി കൃഷി ചെയ്യുന്നു. വെട്ടിച്ചുട്ട് കൃഷി, സ്ലാഷ് ആൻഡ് ബേൺ. ഇതെന്ന് പറയുന്നത് ഒരു കൃഷിയാണ്. ഇവിടെ ആ ഒരു കൃഷിക്കാർ എന്ത് ചെയ്യുകയാണ്? ആ പ്രദേശം ചുട്ടരിക്കുന്നു, മരങ്ങൾ വെട്ടുന്നു, അത് കത്തിക്കുന്നു. അപ്പൊ അവിടെ എന്തുണ്ടാകുന്നു? ആ മരങ്ങൾ കത്തിക്കുമ്പോൾ ചാരമുണ്ടാകുന്നു. അത് വെച്ചിട്ട് അതൊരു ന്യൂട്രിയൻസ് ആണല്ലോ ആ മണ്ണിന്. ചെടികൾ കത്തി ആഷസ് ഉണ്ടാകുമ്പോൾ, ചാരമുണ്ടാകുമ്പോൾ അത് ആ മരങ്ങൾ എന്തായി മാറുന്നു? ആ മണ്ണിന് ഒരു ഗുണമായി മാറുന്നു, അല്ലെങ്കിൽ അവർക്കൊരു വളമായി മാറുന്നു. അന്നേരം ഇവരെന്ത് ചെയ്യും? അവിടെ കൃഷി ചെയ്യും.
കൃഷി ചെയ്യുമ്പോൾ നല്ലതായിട്ട് അവിടെ ആദ്യമായിട്ടല്ലേ ഇത്രയും വലിയ വൃക്ഷമൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണ്. ആ ഫോറസ്റ്റിൽ ആദ്യമായിട്ട് ഇതിനെല്ലാം വെട്ടിക്കളഞ്ഞു. എന്നിട്ട് അവിടെ പ്രദേശം എന്ത് ചെയ്തു, നന്നായിട്ടങ്ങ് കൃഷി ചെയ്തു. കൃഷി ചെയ്യുമ്പോൾ നല്ല വളക്കൂറുള്ള മണ്ണാണ്. ഈ മണ്ണിൽ നല്ല രീതിയിൽ കൃഷി ഉണ്ടാകും. അങ്ങനെ ഇവരിവിടെ കുറേ നാൾ കൃഷി ചെയ്യും. കൃഷി ചെയ്ത് അവസാനം ഈ സോയിലിന്റെ ഗുണമെല്ലാം നഷ്ടപ്പെടും. പിന്നെ ഇവര് പതുക്കെ ഇവിടുന്ന് സ്ഥലം മാറി അപ്പുറത്ത് പോകും. എന്നിട്ട് ഇവിടെ എല്ലാം വെട്ടി നശിപ്പിച്ച് അവിടെ എല്ലാം കത്തിച്ചിട്ട് ആ ഭാഗം കൃഷി ചെയ്യും. എന്നിട്ട് ഇവർ നടന്ന് അടുത്ത സ്ഥലത്ത് പോകും. അവിടെ എല്ലാം വെട്ടി കത്തിച്ച് അവിടെ കൃഷി ചെയ്യും. അങ്ങനെ ഇവര് സ്ഥലം മാറി ഓരോ സ്ഥലത്ത് പോയി എന്ത് ചെയ്യും, കൃഷി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇവര് കറങ്ങി ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് ചെയ്യും, പുതിയ ചെടികൾ കിളിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇവിടെ വെട്ടി കത്തിച്ച് ഇവിടെ കൃഷി ചെയ്യും. ഇങ്ങനെയായിരുന്നു കുറച്ച് നാള്. പണ്ട് നമ്മുടെ ആദിമ നിവാസികളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചത്. വെട്ടിച്ചുട്ട് കൃഷി ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിലൊക്കെ അവസാനിപ്പിച്ചു. ഇത് എന്ന് വെച്ചാൽ വനങ്ങളൊക്കെ നശിപ്പിക്കുമല്ലേ, പിന്നെ വർഷങ്ങൾ എടുക്കത്തില്ലേ വനങ്ങൾ വരാൻ. ഇപ്പൊ ജനസംഖ്യയൊക്കെ കൂടുതലായതുകൊണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വനങ്ങൾ ഒറ്റയടി നശിച്ചു പോകത്തില്ലേ. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ഗവൺമെന്റ് ഒക്കെ അവസാനിപ്പിച്ചു. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു പരിപാടിയായിരുന്നു സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ. വെട്ടുന്നു, കത്തിക്കുന്നു, ചുട്ടിരിക്കുക. അതാണ് വെട്ടിച്ചുട്ട് കൃഷി. മലയാളത്തിൽ വെട്ടിച്ചുട്ട് കൃഷി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അവർ കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ ഇവർ ഫുഡൊക്കെ ഉണ്ടാക്കി കൃഷി ചെയ്ത് ഒക്കെ ജീവിച്ചു. അപ്പോൾ ഇവരെന്ത് ചെയ്തു, മുട്ട തിന്നുന്നു, കൃഷി ചെയ്യുന്നു, പാല് കുടിക്കുന്നു, അങ്ങനെയൊക്കെ ജീവിച്ചു. അപ്പൊ കോഫിയും മൈസും കൊക്കോയും ഒക്കെ അവിടെ വളർത്തി. അപ്പോ പിന്നെ ചെറിയ വീടുകളൊക്കെ വെച്ച് അവരൊക്കെ ജീവിച്ചു. ഒക്കെയാണ്. അവരുടെ വീടിന്റെ പേരാണ് മലോക്ക. മലോക്ക എന്ന് പറയുന്ന രീതിയിൽ ചെറിയ കൊച്ചു വീടുകൾ. ഇതാണ് നമ്മളൊരു ഹിസ്റ്ററി പോലെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു, എന്താണ് ആമസോൺ ബേസിൻ എന്ന് സംസാരിച്ചു. നദീമുഖത്തെ കുറിച്ച് പറഞ്ഞു. അവരുടെ ക്ലൈമറ്റ് എങ്ങനെയാണ്, ഭയങ്കര മഴയൊക്കെയുള്ള ക്ലൈമറ്റ് ആണ്. ഹൈ ഹ്യൂമിഡിറ്റി ആണ്. രാവിലെ ഭയങ്കര ചൂടാണ്, രാത്രി നല്ല തണുപ്പാണ്. ഇനി റെയിൻ ഫോറസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. തിക്ക് ഡെൻസ് ആണ്. ഒരുപാട് ജീവികളുണ്ട്, ഒരുപാട് ചെടികളുണ്ട്, ഒരുപാട് ഫിഷസ് ഉണ്ട്, ഒരുപാട് ഉരകങ്ങളുണ്ട്, റെപ്റ്റൈൽസ്, ക്രോക്കഡൈൽ, സ്നേക്സ് അതൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഒത്തിരി ബേർഡ്സ് ഉണ്ടെന്ന് കണ്ടു. പിന്നെ അവരുടെ വെട്ടിച്ചുട്ട് കൃഷിയെക്കുറിച്ചും സംസാരിച്ചു. വെട്ടിച്ചുട്ട് കൃഷിയെക്കുറിച്ച് മനസ്സിലായോ? എല്ലാവർക്കും പിടികിട്ടിയോ? വെട്ടിച്ചുട്ട് കൃഷിയെക്കുറിച്ച് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെയാണ്. സമയം തീർന്നു, മനസ്സിലായി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും പിടികിട്ടിയോ? തീരാറായി, നമ്മുടെ ക്ലാസ് തീരാറായി. എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? എത്ര പേർക്ക് മനസ്സിലായി? മനസ്സിലായവരെല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ടേ. മനസ്സിലായവരെല്ലാവരും ലൈക്ക് ഇട്ടേ. നമ്മൾ സസ്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഫോറസ്റ്റ് എന്താണ്, ഗ്രാസ് എന്താണ്, ഷ്രബ് എന്താണ്, എന്തുകൊണ്ട് ഇങ്ങനെ വെജിറ്റേഷൻസ് ഉണ്ടാകുന്നു, ടെമ്പറേച്ചർ, മോയ്സ്ചർ ഡിഫറൻസ്, ഈ തിക്ക്, ആ ഒരു ചരിവ്, പിന്നെ തിക്ക് ഓഫ് സോയിൽ, മണ്ണിന്റെ കട്ടി, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ്, ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ്, ടെമ്പറേറ്റ് ഡെസിഡിയസ്, പിന്നെ അവിടുത്തെ ജീവികൾ, മെഡിറ്ററേനിയൻ വെജിറ്റേഷൻ, പിന്നെ നമ്മുടെ സ്തൂപിക വനങ്ങൾ, കോണിഫറസ്, തൈകയെ കുറിച്ച് പറഞ്ഞു. റഷ്യൻ ലാംഗ്വേജ് ആണെന്നും പറഞ്ഞു. ഗ്രാസ് ലാൻഡ്സ് രണ്ടെണ്ണേ ഉള്ളൂ, ട്രോപ്പിക്കലും അതുപോലെ തന്നെ നമ്മുടെ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് രണ്ടെണ്ണം. അതിൽ തന്നെ സാവനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ തോണി ബുഷസിനെ കുറിച്ചും തുന്ദ്ര ടൈപ്പിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. ഇത്രയും ക്ലിയർ അല്ലേ? കണ്ടോ? വിച്ചസ് അതിന്റെയൊക്കെ കണ്ടു, പടങ്ങൾ കണ്ടു. തുന്ദ്രയിൽ എന്തൊക്കെയാണ്? മോസസ് ആൻഡ് ലിച്ചൻസ്. മോസസ്, ഈ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കുക. MOSSES ആണ് മോസസ്. മലയാളത്തിൽ മോസസ്, ലിച്ചൻസ്. പിന്നെ പൂപ്പൽ എന്നും പറയാം. ക്ലിയർ ആണ്? മലയാളത്തിലാണ് പൂപ്പൽ എന്ന് പറയുന്നത്. പിന്നെ എവിടെയാണ് പ്രേറി? നോർത്ത് അമേരിക്ക. എവിടെയാണ് സ്റ്റെപ്പെ? സെൻട്രൽ ഏഷ്യ. എവിടെയാണ് സാവന്ന? ഈസ്റ്റ് ആഫ്രിക്ക. ഇത്രയും പഠിക്കുക. അതിനുശേഷം നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ കണ്ടു. ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ മനസ്സിലായോ? എല്ലാവർക്കും പിടികിട്ടിയോ? പിന്നീട് നമ്മൾ ആമസോൺ ബേസിനെ കുറിച്ചും നദീമുഖത്തെ കുറിച്ചും ക്ലൈമറ്റും റെയിൻ ഫോറസ്റ്റും ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിയെ കുറിച്ചും കണ്ടു. വെട്ടിച്ചുട്ട് കൃഷി, സ്ലാഷ് ആൻഡ് ബേൺ എന്താണെന്നും പഠിച്ചു. ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആണ്? ക്ലിയർ ആയ എല്ലാവരും ഒന്ന് ക്ലിയർ ആണ് എന്ന് മെസ്സേജ് അയച്ചേ. ഓക്കെ ആണ്? ഓക്കെ ആണ്. ഹായ് ഹരി, മനസ്സിലായി. ക്ലിയർ ആണ്? താങ്ക് യു അക്ഷയ്. എന്റെ വോയിസ് ഇഷ്ടമാണല്ലേ? ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാമല്ലോ. ക്ലിയർ അല്ലേ? ഇപ്പൊ സമയം കഴിഞ്ഞത് കൊണ്ട് നമുക്ക് നിർത്തുകയാണ്. അല്ലെങ്കിൽ ഈ ചാപ്റ്ററും കൂടെ ഒന്ന് പറയണം എന്നുണ്ടായിരുന്നു. അപ്പോ നമുക്ക് എല്ലാവരും റെഡി അല്ലേ? ഈ ചാപ്റ്റർ കുറെ പറയാനുണ്ട്. ഇതാണ്ടോ, ഇതിനകത്ത് ക്വസ്റ്റ്യൻ കണ്ടോ? എന്താണ് ടൗക്കൻസ് ആർ ദ ടൈപ്പ്?
ബേർഡ്സ്. പഠിച്ചാലേ നമുക്ക് മണിയോക്ക് നിങ്ങൾ കണ്ടു, എവിടെയാണ്? ആമസോണിലാണ് മാണിയോക്ക് എന്ന് പറഞ്ഞ വീട് നമ്മൾ കണ്ടില്ലേ? കൊൽക്കത്ത ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ റിവർ. ഏതാണ്? ഹൂഗ്ലി നദിയുടെ തീരത്താണ് കൊൽക്കത്ത. പിന്നെ ഡിയോഡാസ് ആൻഡ് ഫയർസ് ആർ എ ടൈപ്പ് ഓഫ് കോണിഫറസ് ട്രീസിന്റെ ഒരു ടൈപ്പാണ്. അതൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ ഈ ചാപ്റ്ററിൽ. ബംഗാൾ ടൈഗർ എന്ന് പറയുന്നത് ഡെൽറ്റ ഏരിയസിലാണ് കാണപ്പെടുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചാലേ പറയാൻ പറ്റും. മുമ്പേ നമ്മൾ പഠിച്ചപ്പോൾ പെട്ടെന്ന് ഉത്തരം പറഞ്ഞില്ലേ? അതുപോലെ ഈ ചാപ്റ്റർ പഠിച്ചാലേ നമുക്ക് ഇതിന്റെ ഉത്തരങ്ങളെല്ലാം സ്പീഡിൽ പറയാൻ പറ്റും. അപ്പൊ നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ സെറ്റപ്പ് ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. ഓക്കെ ആണ്? അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. Good night. Bye bye.